ഇന്നത്തെ രാത്രിയിലെ ദൈവവചനാധ്യാനത്തിനായിട്ട് എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 22-ാം അധ്യായം 30-ാമത്തെ വാക്യം വായിക്കാം. ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 22 വേഴ്സ് 30. ഞാൻ ദേശത്തെ നശിപ്പിക്കാത്തവണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാനും. പരിശുദ്ധ പിതാവേ, പതിവ് പോലെ അപ്പച്ചൻ്റെ സന്നിധിയിലേക്ക് അടിയങ്ങൾ ഒരുമിച്ച് ദൈവസഭയായി കടന്നു വന്നിരിക്കുക. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തിരുവചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടുത്തെ പൊന്നുമുഖത്തേക്ക് ഞങ്ങൾ ഇന്നത്തെ രാത്രി നോക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും കർത്താവ് അറിയുന്നുണ്ട്. ഒരു കാലത്ത് ദൈവസന്നിധിയിൽ എരിഞ്ഞു നിന്ന പലരും അകത്ത് തീയില്ലാത്തവരായി, ചൂടില്ലാത്തവരായി, മന്ദീഭവിച്ച് തിരുസന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ. വിശ്വാസത്തിൽ ജ്വലിച്ചു നിന്ന് അനേകർ വിശ്വാസത്യാഗം സംഭവിച്ച് വീണുപോയിക്കൊണ്ടിരിക്കുന്ന കർത്താവെ, ദൈവസഭയുടെ മധ്യത്തിലേക്ക് ലോകത്തിൻ്റെ കാഴ്ചകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ദൈവഭയം ദൈവജനത്തിൻ്റെ മധ്യത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എരിവോടെ, തീഷ്ണതയോടെ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് ഒത്തവണ്ണം വിശ്വസ്തയോടെ ജീവിപ്പാൻ അവിടുത്തെ കൃപ ഏഴുകളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുവചനത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ഞങ്ങളുടെ ജീവിതകാലം വിശ്വസ്തയോടെ തിരുസന്നിധിയിൽ ജീവിച്ച് അങ്ങയുടെ പുത്രൻ്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുവാനും മറ്റുള്ളവരെ ഒരുക്കുവാനും ദൈവസഭ ശുദ്ധീകരിക്കപ്പെടുവാനും ദൈവകൃപയാൽ ഞങ്ങളെ കാക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ രാത്രിയിൽ അങ്ങയുടെ പരിശുദ്ധ ആത്മാവ് തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെട്ടാട്ട് കർത്താവെ, ശ്രേഷ്ഠമേറിയ ഒരു പ്രവൃത്തി ദൈവസന്നിധിയിൽ സംഭവിപ്പാൻ, ദൈവസഭയുടെ മധ്യത്തിൽ സംഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്യണം. ദൂരത്ത് നിന്ന് എവിടെ നിന്നെങ്കിലും വീഡിയോകളിലൂടെയൊക്കെ ഈ വചനം കേൾക്കുന്നവരുടെ ഹൃദയങ്ങളോട് ഇടപെടണമേ, ജീവിത സാഹചര്യങ്ങളോട് ഇടപെടണമേ, ദൈവസഭയെ ശുദ്ധീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിലേകൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ പിതാവേ. ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സഹകരിക്കാം. വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു ദൈവവചനമാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വചനഭാഗത്ത് നിന്ന് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് കർത്താവ് എനിക്ക് തന്ന ആലോചനയല്ലായിരിക്കാം ഒരു പക്ഷേ ഇന്ന് ഈ വചനത്തിലൂടെ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും കേൾക്കുവാനായിട്ട് പോകുന്നത്. ആസ് എ ക്രിസ്ത്യൻ വി ഹാവ് ബീൻ എക്സോർട്ടഡ് ടു സീക്ക് ദ ലോർഡ് ഓൾ ദ ടൈം. ഒരു വിശ്വാസിയായി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ സഹോദരങ്ങളെ, നമുക്കറിയാം, നാം കേൾക്കുന്ന ദൈവവചനത്തിൽ, കേൾക്കുന്ന പ്രബോധനങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിലൊക്കെയും നാം കേൾക്കുന്ന ആലോചന എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്നുള്ളതാണ്, അല്ലേ? കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുക, അല്ലെങ്കിൽ കർത്താവിൻ്റെ വഴികളെ, ആലോചനകളെ അന്വേഷിക്കുക. ഇതാ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? സങ്കീർത്തനക്കാരൻ പറയുന്നു, 53-ാം സങ്കീർത്തനത്തിൽ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. അതേ വാക്യം തന്നെയാണ് സങ്കീർത്തനം 14:2 നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ സകല ജാഗ്രതയോടും കൂടെ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാനായിട്ടും കർത്താവിൻ്റെ മുഖം നമ്മൾ അന്വേഷിക്കുവാനായിട്ടും ദൈവവചനത്തിൽ നമുക്ക് ആലോചന വരുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അതോടൊപ്പം തന്നെ നാം ദൈവത്തെ അന്വേഷിക്കുന്നതിനേക്കാൾ അധികമായി ദൈവം നമ്മെ അന്വേഷിക്കുന്നു എന്നുള്ള ഒരു സത്യവും ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. സ്തോത്രം. നമുക്കറിയാം, ആദമിനെ ദൈവം സൃഷ്ടിച്ചു. അതിൻ്റെ പിന്നിലെ ശ്രേഷ്ഠമേറിയ പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തോട് കൂടെയുള്ള കൂട്ടായ്മയിൽ ആദമായിരിക്കുവാൻ തക്കവണ്ണമാണ്. നമുക്കറിയാം, അവൻ്റെ ജീവിതത്തിലേക്ക് പാപം കടന്നു വന്നപ്പോൾ ശത്രുവാകുന്ന പിശാച് ദൈവത്തിൻ്റെയും ആദമിൻ്റെയും അല്ലെങ്കിൽ ഹവ്വയുടെയും മധ്യത്തിലേക്ക് കടന്നു വന്ന് ആ കൂട്ടായ്മയെ ബ്രേക്ക് ചെയ്തപ്പോൾ, അതിനെ മുറിച്ചു കളഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഭയപ്പെട്ട ആദവും ഹവ്വയും ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ആദമേ നീ എവിടെ? ആഡം, വേർ ആർ യു?
ആദ്യത്തെ പേജുകളിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു മനുഷ്യനെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവത്തെ. നീ എവിടെ? ദൈവം ചോദിക്കുക. ഹല്ലേലൂയ. അത് നമ്മളെ കാണിക്കുന്നത് എന്തെന്നറിയാമോ? ദൈവത്തിന്റെ പിന്നാലെ താൻ സൃഷ്ടിച്ച മനുഷ്യൻ തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കാണുമ്പോൾ അവനെ തൻ്റെ അടുക്കിലേക്കും മടക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള ഒരു ദൈവ ഹൃദയമാണ് നമുക്കിവിടെ കാണുന്നത്. സഹോദര സഹോദരി, ഇന്ന് രാത്രികാലം ഓർക്കണമേ, നിന്നെയും എന്നെയും ദൈവം പലയിടത്തും അന്വേഷിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന പാപങ്ങൾ മൂലം, ശത്രുവാകുന്ന പിശാച് പറഞ്ഞ ചില കാര്യങ്ങൾ വിശ്വസിച്ചത് മൂലം, ഹല്ലേലൂയ, ലോകത്തോടുള്ള അവിഹിത ബന്ധത്തിൽ നാം കഴിഞ്ഞു പോകുന്നത് കൊണ്ട് ദൈവത്തിൽ നിന്ന് നീ അകന്നു പോകുമ്പോൾ ദൈവം നമ്മെ വിളിക്കുക. നീ എവിടെ? നീ എവിടെ? നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. നീ എവിടെ? നീ എന്നിൽ നിന്ന് എന്തിനാണ് അകന്നു പോകുന്നത്? ഹല്ലേലൂയ. ജീവിതത്തിൽ വിവിധ അനുഭവങ്ങളുടെ മധ്യത്തിൽ, സമ്മർദ്ദത്തിന്റെ മധ്യത്തിൽ, ഭയത്തിന്റെ മധ്യത്തിൽ, ഡിപ്രഷൻ, ഡിസപ്പോയിന്റ്മെന്റ്സ്, നമ്മുടെ ജീവിതത്തിലേക്ക് അപകർഷതാ ബോധം കടന്നു വരുന്നു, ഡിസ്കറേജ്മെന്റ് കടന്നു വരുന്നു, നിരാശ കടന്നു വരുന്നു. ഇതിന്റെയൊക്കെ ഈ മധ്യത്തിൽ കുനിഞ്ഞിരിക്കുമ്പോൾ ഹല്ലേലൂയ, കായീനോട് ദൈവം ചോദിച്ച ചോദ്യം നമ്മളോട് ചോദിക്കുന്നു. കായീനെ, നിന്റെ മുഖം കുനിഞ്ഞിരിക്കുന്നത് എന്ത്? നമ്മുടെ ഓരോരുത്തരുടെയും പേര് ചൊല്ലിക്കൊണ്ട് കർത്താവ് നമ്മളോട് ചോദിക്കുക, നിന്റെ മുഖം കുനിഞ്ഞു പോകുന്നത് എന്ത്? തല ഉയർത്തി നിൽക്കേണ്ട നീ, ധൈര്യത്തോടെ നിൽക്കേണ്ട നീ, എന്റെ കൃപയിൽ ആശ്രയിച്ച് എന്നോട് കൂടെ നിൽക്കേണ്ട നീ എന്തിന് ഭയപ്പെട്ടു പോകുന്നു? എന്തിന് ഓടി ഒളിക്കുന്നു? കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത്. കർത്താവിന്റെ കണ്ണിങ്ങനെ ഊടാടി സഞ്ചരിക്കുക. പ്രപഞ്ചം മുഴുവനും, ഈ ഭൂമി മുഴുവനും കർത്താവിന്റെ കണ്ണ് നോക്കി നടക്കുക. എന്തെന്നറിയാമോ? 2 ക്രോണിക്കൽസ് 16-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2 ദിനവൃത്താന്തം 16:9 ആദ്യ ഭാഗത്തിൽ പറയുന്നു, യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി താൻ തന്നെ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂലോകമൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ടു ആൻഡ് ഫ്രോ, ദി ഐസ് ഓഫ് ദ ലോർഡ് ആർ റണ്ണിംഗ് ടു ആൻഡ് ഫ്രോ ജസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് ദോസ് ഹൂ ഈസ് ട്രസ്റ്റിംഗ് ഇൻ ഹിം ഹോൾഹാർട്ടഡ്ലി. തന്നിൽ ഏകാഗ്രചിത്തരായി, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, തന്നെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി, ഹല്ലേലൂയ, തന്നെ ബലവാനെന്ന് കാണിക്കേണ്ടതിന്, താൻ സകലത്തിനും മതിയായവനാണെന്ന് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിന് അവരെ അന്വേഷിച്ചുകൊണ്ട് ഊടാടി നടക്കുന്ന കണ്ണുകളോട് കൂടിയവനാണ് സർവശക്തനായ ദൈവം. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. ഈ ഭൂമിയിൽ ദൈവവചനത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് കർത്താവിന്റെ ഈ ഹൃദയം എന്താണെന്നറിയാമോ? തൻ്റെ ജനം തനിക്ക് നഷ്ടപ്പെടുന്നത് മൂലമുള്ള വേദനയാൽ അവരുടെ പിന്നാലെ ഓടുന്ന കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ പേജുകളിൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കിട്ടും, പാപം കൊണ്ട് മനുഷ്യൻ പാപം കൊണ്ട് നിറഞ്ഞിട്ട് പാപത്തിന്റെ കുഷ്ഠം അവനെ പിടിച്ചിട്ട് ദൈവകൃപ അവന് നഷ്ടപ്പെട്ടു, ദൈവിക സന്തോഷം നഷ്ടപ്പെട്ടു. ഈ പ്രപഞ്ചം മുഴുവനും പാപം കൊണ്ട് നിറഞ്ഞപ്പോൾ ഈ ലോകത്തിൽ മനുഷ്യനെ നശിപ്പിക്കുവാൻ, മനുഷ്യനെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം താൻ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് അനുഭവിക്കുന്നതായിട്ട് ആ വചനഭാഗങ്ങളിൽ കാണുന്നുണ്ട്. ആ സമയത്ത് ദൈവം ഒരു മനുഷ്യനെ അന്വേഷിക്കുകയാണ്. ഈ ഭൂലോകത്തിൽ മനുഷ്യരാശിയെ ഇല്ലായ്മ ചെയ്യാതിരിക്കുവാൻ തക്കവണ്ണം എങ്ങനെയെങ്കിലും ഒരു തലമുറയെ, ഒരു കുടുംബത്തെയെങ്കിലും ഈ ഭൂമിയിൽ സൂക്ഷിക്കുവാൻ തക്കവണ്ണം അനുകമ്പയുള്ള കണ്ണോടുകൂടി കർത്താവ് അന്വേഷിക്കുമ്പോഴാണ് നോഹയെ കണ്ടെത്തിയത്. ഹല്ലേലൂയ. We know the Lord was seeking for a person, a man to stand for him. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം എല്ലാവരും തന്നിൽ നിന്ന് അകന്നു പോയപ്പോൾ, ലോകം പോലും തനിക്കെതിരെ തിരിഞ്ഞു നിന്നപ്പോൾ തനിക്ക് വേണ്ടി നിൽക്കുന്ന ഒരുവനെ അന്വേഷിച്ച് ദൈവത്തിന്റെ കണ്ണോടി ദൈവം കണ്ടു നോഹയെ. നമുക്കറിയാം. ഹല്ലേലൂയ. പിന്നെയും മുന്നോട്ട് കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ, 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം 12-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, പാപം നിറഞ്ഞ, ജാതികളെ കൊണ്ട് നിറഞ്ഞ, ദൈവത്തിന്റെ പ്രമാണങ്ങൾ അറിയാതിരുന്ന ഒരു ജനത്തിന്റെ മധ്യത്തിൽ നിന്ന് ദൈവം ഒരുവനെ അന്വേഷിച്ച് കണ്ടെത്തി, എബ്രഹാം. God sought for fellowship with one man, that was Abraham. ദൈവം കൂട്ടായ്മ ആചരിപ്പാൻ, ദൈവം ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഒരുവനെ കണ്ടെത്തി, അവനാണ് എബ്രഹാം. നമുക്കറിയാൻ പറ്റും. ഹല്ലേലൂയ. സഹോദരങ്ങളെ, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ, മോശയെ കർത്താവ് കണ്ടുപിടിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. മോശയെ, ഹല്ലേലൂയ, ദൈവം തന്നിൽ നിന്ന് അകന്നു പോയ ഒരു ജനത്തെ മടക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി, ദൈവ പ്രമാണത്തിന്റെ കീഴിലേക്ക് ഒരു ജനത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി, ദൈവത്തിന് അവരോട് സഹവാസം വരുത്തേണ്ടതിന് വേണ്ടി, അവരോടുകൂടെ കൂട്ടായ്മ അനുസരിക്കുന്നതിന് വേണ്ടി ഒരു രാജ്യത്തെ, ഒരു ദേശത്തെ, ഒരു ജനത്തെ മടക്കി കൊണ്ടുവരുവാൻ തക്കവണ്ണം ഒരുവനെ ദൈവം അന്വേഷിച്ചു, മോശെ. കാലഘട്ടങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, വിവിധ കാലഘട്ടങ്ങളിൽ നോക്കിയാൽ, the Lord's eyes were running to and fro to find out one person here and there.
ലോകത്തിൽ അവിടെയും ഇവിടെയും, ദേശങ്ങളിൽ അവിടെയും ഇവിടെയും തൻ്റെ നാമം വഹിച്ചുകൊണ്ട് തനിക്ക് വേണ്ടി നിൽപ്പാൻ, തൻ്റെ സ്പോക്സ് പേഴ്സണായി, തൻ്റെ വ്യക്താവായി തനിക്ക് വേണ്ടി സംസാരിക്കുവാൻ തക്കവണ്ണം ദൈവം അന്വേഷിച്ച് കണ്ടെത്തിയ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് നമുക്കറിയാം. യെശയ്യാവിനെ കുറിച്ചറിയാം, യെരമ്യാവിനെ കുറിച്ചറിയാം, ഈസക്കിയേലിനെ കുറിച്ചറിയാം, എസ്രായെ കുറിച്ചറിയാം, നെഹമ്യാവിനെ കുറിച്ചറിയാം. ഓൾ ത്രൂ ദി ഓൾഡ് ടെസ്റ്റമെന്റ്സ് നമുക്കറിയാം. ഹല്ലേലൂയ. അനേകരെ കർത്താവ് കണ്ടെത്തി അവരിലൂടെ ദൈവം സംസാരിച്ചു. അവരിലൂടെ ദൈവം സംസാരിച്ച് ചില ജനത്തെ തന്റെ അടുക്കലേക്ക് മടക്കി കൊണ്ടുവന്നു. ഈ ലോകത്തിൽ ദൈവ സാന്നിധ്യം ഹല്ലേലൂയ ഉണ്ട് എന്ന് ലോകം കാണുവാൻ തക്കവണ്ണം ചില വ്യക്തികളെ തിരഞ്ഞെടുത്ത് അവരിൽ തന്റെ ആത്മാവിനെ ആക്കി ദൈവം തനിക്ക് വേണ്ടി അവരെ ഉപയോഗിച്ചതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് അന്വേഷിക്കുന്ന ഒരു കർത്താവ്, തനിക്ക് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ഒരുവനെ അന്വേഷിക്കുന്ന ഒരു കർത്താവ്. നമുക്കറിയാമോ, സർവശക്തനായ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ഒരു നിത്യ പരിഹാരം ഉണ്ടാക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുകയില്ല എന്നറിഞ്ഞ് അവൻ നമ്മെ അന്വേഷിച്ചുകൊണ്ട് എവിടേക്ക് ഇറങ്ങി വന്നെന്നറിയാമോ? ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. He left the heavenly abode. He left the glory of heaven. He left the celestial bliss of every single thing that he had in heaven. He left it all alone and he came to this emptiness. He came to this broken land. He came to this sin-infested world to search you and me. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കണമേ, എന്നെയും നിങ്ങളെയും അന്വേഷിക്കുവാൻ സ്വർഗത്തിന്റെ സകല മഹത്വവും വിട്ടിട്ട് ഹല്ലേലൂയ തനിക്കുണ്ടായിരുന്ന എല്ലാ സ്വർഗീയമായ ദൈവികമായ പരിവേഷങ്ങളും അവിടെ ഉപേക്ഷിച്ചിട്ട് ഹല്ലേലൂയ സർവശക്തനായ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്തിനെന്നറിയാമോ? എന്നെയും നിങ്ങളെയും അന്വേഷിക്കാൻ. ഈ ഭൂമിയിലെ തെരുവുകളിലൂടെ നടന്ന് ഈ ഭൂമിയിലെ ഹല്ലേലൂയ ഭൂമിയിൽ അവന്റെ പാദമുറപ്പിച്ച് എന്നെയും നിങ്ങളെയും പോലെ അന്വേഷിച്ച് അവൻ നടന്ന് കണ്ടുപിടിച്ചു ഓരോരുത്തരെ. ഹല്ലേലൂയ. പണ്ട് ഞാനൊരു കഥ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു ദൃഷ്ടാന്തം പറഞ്ഞിട്ടുള്ളത് ഓർമ്മയുണ്ടോ? ഹല്ലേലൂയ. ദൈവം ദൈവമായിട്ടല്ല ഈ ഭൂമിയിൽ വന്നത്, ദൈവം മനുഷ്യനായിട്ടായി ഭൂമിയിൽ വന്നത്. മനുഷ്യനായി അവൻ ഇരുന്നപ്പോഴും അവൻ സാക്ഷാൽ ദൈവമായിരുന്നു. There is no difference at all. പക്ഷേ അവൻ മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് അവൻ സംസാരിച്ചത്. മനുഷ്യന് കണ്ടാൽ മനസ്സിലാകുന്ന രീതിയിലാണ് അവൻ ജീവിച്ചത്. മനുഷ്യന്റെ ശൈലിയിലാണ് അവൻ കഴിഞ്ഞത്. കാരണമെന്നറിയാമോ? മനുഷ്യൻ അവനെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ഹൃദയം എന്തെന്ന് യേശുവിനോട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചു. ഹല്ലേലൂയ. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഹല്ലേലൂയ. അവനാണ് സർവശക്തനായ ദൈവം ആരെന്ന് ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത്. സർവശക്തനായ ദൈവത്തെ എന്റെ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം ശ്രേഷ്ഠമേറിയ ഒരു ഭാഗ്യം എനിക്കും നിങ്ങൾക്കും തന്ന് ദൈവത്തിന്റെ ഭവനക്കാരായി, ദൈവത്തിന്റെ കൂട്ടുവേലക്കാരായി നമ്മളെ മാറ്റിയത് കർത്താവ് മൂലമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഞാനൊരു കഥ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് കേട്ടിട്ടില്ലാത്തവർ ഒരു പക്ഷേ ഇതിന്റെ മധ്യത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു സന്യാസി ഇങ്ങനെ നടന്നു പോകുക റോഡിൽ കൂടെ. ആ സന്യാസി റോഡിലൂടെ നടന്നു പോകുമ്പോൾ എന്ത് കണ്ടെന്നറിയാമോ? സന്യാസി നോക്കിയപ്പോൾ കുറച്ച് ഉറുമ്പുകൾ, ആൻസ്, അവര് ഉറുമ്പുകൾ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുവാൻ കോണം വരിവരിയായി വരിക. നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന കാഴ്ചകളാണ് ഇവിടെ ഉണ്ട്. സന്യാസി ഒരു നിമിഷം നിന്നു. എന്താണെന്നറിയാമോ? സന്യാസി നോക്കിയപ്പോൾ ഈ മുന്നേ പോയ ഉറുമ്പുകളൊക്കെയും റോഡിൽ ചതഞ്ഞരയുന്നത് കണ്ടു. വണ്ടി അതിൻ്റെ മുകളിലൂടെ ഓടിയിട്ട് അത് ചതഞ്ഞരയുകയാണ്. വീണ്ടും വീണ്ടും ഈ ഉറുമ്പുകൾ മുന്നിലുള്ള അപകടത്തെ കാണാതെ അറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക സന്തോഷത്തോടെ. പക്ഷെ മുന്നോട്ട് പോയി റോഡിൽ ഇറങ്ങിയിരിക്കുന്നതിനെല്ലാം ചതഞ്ഞരഞ്ഞ് ക്രഷ്ഡ് അണ്ടർ ദ വീൽസ് ഓഫ് ദി വെഹിക്കിൾസ്. നമുക്കറിയാം, വാഹനങ്ങളുടെ വീലിൻ്റെ അടിയിൽ അതെല്ലാം ചതഞ്ഞരയുക. സന്യാസിക്ക് ഭയങ്കര വിഷമമായി. സന്യാസി എന്ത് ചെയ്തെന്നറിയാമോ? സന്യാസി അവിടെ ഇരുന്നിട്ട് സന്യാസി ആദ്യം കാലിങ്ങനെ വെച്ച് കൊടുത്തിട്ട് he wanted to stop them going forward. മുന്നോട്ട് ഈ ഉറുമ്പുകൾ പോകാതിരിക്കുവാൻ തക്കവണ്ണം കാല് വെച്ച് കൊടുത്തു. അപ്പൊ നമുക്കറിയാം ഉറുമ്പിന്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ സ്വഭാവം പോലെ തന്നെയാ. തടസ്സങ്ങളൊന്നും അവന് പ്രശ്നമല്ല. കാലേ കൂടെ കയറിയിട്ട് ഉറുമ്പുകൾ ഇപ്പുറത്തിറങ്ങി പിന്നെയും യാത്ര തിരിക്കുക. ഹല്ലേലൂയ. തന്റെ ഉച്ചത്തിലെ ശബ്ദത്തില് സന്യാസി ഉറക്കെ ഉറുമ്പിനോട് പറയുകയാണ്, മുന്നോട്ട് പോകരുത്, അപകടമാണ്, നീ ചതഞ്ഞരഞ്ഞു പോകും, നീ ഡിസ്ട്രോയിഡ് ആകും, കംപ്ലീറ്റ്ലി ഇല്ലാതാകും, അതുകൊണ്ട് വന്ന വഴിയെ തന്നെ തിരിച്ചു പോ, അല്ലെങ്കിൽ മറ്റൊരു വഴി കണ്ടുപിടിക്കുക. ഉറുമ്പിന് മനസ്സിലാകത്തില്ലല്ലോ സന്യാസിയുടെ ഭാഷ. സന്യാസി അവിടെ ഇരുന്നു കൊണ്ട് തന്റെ കൈകൾ വെച്ച് കൊടുത്തു. കൈകൾ വെച്ചിട്ട് തടയാൻ തുടങ്ങി. കൈകൊണ്ട് കാണിച്ച് തിരിച്ചു പോ. പക്ഷെ കൈയുടെ മണ്ടയ്ക്കൂടെ ഉറുമ്പ് കയറി ഇപ്പുറത്തിറങ്ങി വീണ്ടും റോഡിലേക്ക് പോവുകയാണ്. സന്യാസിക്ക് ഒരു കാര്യം മനസ്സിലായി. രാവിലെ മുതൽ രാത്രി വരെ ഞാൻ എത്ര അലറിയാലും ശരി, ഞാൻ ഏതെല്ലാം ഭാഷകളിലൂടെ ഉറുമ്പുകളോട് സംസാരിച്ചാലും ശരി, ഉറുമ്പിനത് മനസ്സിലാകത്തില്ല. അവൻ പിന്നെയും അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് സന്യാസി എന്താ ചിന്തിച്ചെന്നറിയാമോ? ഈ ഉറുമ്പിനെ രക്ഷിക്കണമെങ്കിൽ എനിക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഞാനൊരു ഉറുമ്പായി ജനിക്കണം.
ഉറുമ്പായി ജനിച്ച് ഉറുമ്പിനോട് കടന്നു ചെന്ന് ഉറുമ്പിന് മനസ്സിലാകുന്ന ഭാഷയിൽ അവന്റെ മുമ്പിലുള്ള അപകടത്തെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തണം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സർവശക്തനായ ദൈവം അതാ ചെയ്തത്. തന്റെ പ്രവാചകന്മാരിലൂടെ, തന്റെ പ്രമാണങ്ങളിലൂടെ ലോകത്തോട് പറഞ്ഞു, അവർക്ക് വെയിറ്റ് ചെയ്യുന്ന അവരുടെ നിത്യത, അവരുടെ മരണത്തിന് ശേഷമുള്ള ജീവിതം ഇന്നതാണ്. അതുകൊണ്ട് പാപത്തെ വിടുക, ദൈവത്തെ അന്വേഷിക്കുക, ദൈവിക പ്രമാണങ്ങളിലേക്ക് മടങ്ങി വരിക. പ്രവാചകന്മാർ സംസാരിച്ചിട്ടും, അതിൽ ന്യായപ്രമാണം സംസാരിച്ചിട്ടും, വിവിധ മുഖാന്തരങ്ങളോടെ ദൈവം ഇടപെട്ടിട്ടും മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അത്യുന്നതനായ ദൈവം എനിക്കും മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുവാൻ ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സന്യാസി ചിന്തിച്ചതുപോലെ ഉറുമ്പിനെ രക്ഷിക്കുവാൻ ഉറുമ്പായി തീരുന്നത് പോലെ മനുഷ്യനെ രക്ഷിക്കുവാൻ അവൻ മനുഷ്യനായി ഇറങ്ങി വന്നു. എന്തിന്? He had a heart to seek for you. നിന്നെയും എന്നെയും അന്വേഷിക്കുന്ന ഒരു ഹൃദയം അവനുണ്ടായിരുന്നു. ഗലീലയുടെ തീരങ്ങളിൽ അവൻ നടന്നു, ഗലീലയുടെ തെരുവുകളിലൂടെ അവൻ നടന്നു. ഹാലലൂയ! ഓരോരുത്തരുടെ ഹൃദയം തുറന്നു അവരെ താൻ വിളിച്ചു. എന്തിന്? തന്നോടുകൂടെ ഇരിപ്പാൻ. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ 12 പേരെ അഭിഷേകം ചെയ്തു, അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുത്തു. He ordained 12 so that they should be with him. തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുന്നതിന് അധികാരമുണ്ടാകുവാനും അവൻ 12 പേരെ നിയമിച്ചു. തന്നോടുകൂടെ ഇരിക്കുവാൻ, തൻ്റെ കൂട്ടായ്മയിൽ വസിപ്പാൻ, തൻ്റെ ശബ്ദം ലോകത്തെ കേൾപ്പിക്കുവാൻ തക്കവണ്ണം, തൻ്റെ ഹൃദയത്തെ ലോകത്തിന് പകരുവാൻ തക്കവണ്ണം, അതിനെ അറിയിക്കുവാൻ തക്കവണ്ണം, തനിക്കും ലോകത്തിനും മധ്യത്തിൽ ഇടിവിൽ നിൽപ്പാൻ തക്കവണ്ണം താൻ 12 പേരെ തെരഞ്ഞെടുത്തതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ! ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ എത്ര മനോഹരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, കർത്താവിൻ്റെ പ്രത്യക്ഷത, കർത്താവ് ഈ ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നതിനെ കുറിച്ച്, ദൈവമഹത്വത്തെ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ മനുഷ്യനായി, ദാസനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മരണത്തോളം അനുസരണമായി തീർന്ന്, അത് മാത്രമോ എനിക്കും നിങ്ങൾക്കും ജീവിക്കുവാൻ ഒരു മാതൃക തന്നതിനെ കുറിച്ച് എത്ര മനോഹരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തിന്? എന്നെയും നിന്നെയും അന്വേഷിക്കാൻ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവ് നിന്നെ അന്വേഷിക്കുന്നു. കർത്താവിന് നീ വലിയവനാ, കർത്താവിന് നീ പ്രിയപ്പെട്ടവളാ, കർത്താവിന് നീ പ്രിയപ്പെട്ടവനാ. നീ മാത്രം ചെയ്യേണ്ടതിന് ചില കാര്യങ്ങൾ നിന്നെ ഏൽപ്പിച്ചിട്ട് നീ അത് ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കി കർത്താവ് നിന്നെ അന്വേഷിക്കുക. ലോകമോഹങ്ങളുടെ മധ്യത്തിൽ യു മേ ബി ലോസ്റ്റ്, ലോകഭാരങ്ങളുടെ മധ്യത്തിൽ യു മേ ബി ലോസ്റ്റ്. ഈ ഭൂമിയിലുള്ള ക്ഷണികമായ ജീവിത ഉത്തരവാദിത്തങ്ങളെ കണ്ട് അതിനെ തലമേൽ വെച്ചിട്ട് നിത്യമായ ഉത്തരവാദിത്തങ്ങളെ മറന്ന്, ശ്രേഷ്ഠമായ ഹല്ലേലൂയ ദൈവിക അനുഗ്രഹങ്ങളെ മറന്ന് ക്ഷണികമായ ഈ ലോകത്തിന്റെ പിന്നാലെ നീ ഓടുമ്പോൾ, ഹല്ലേലൂയ നിന്റെ മടങ്ങി വരവിന് വേണ്ടി അന്വേഷിക്കുന്ന ഒരു കർത്താവിനെ ഇവിടെ കാണുന്നത്. മറന്നുപോകരുത് സഹോദരങ്ങളെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ! കർത്താവ് തന്റെ ദാസന്മാരോട് കൽപ്പിക്കുക, താൻ തിരഞ്ഞെടുത്ത, താൻ അന്വേഷിച്ച് തനിക്ക് വേണ്ടി ആക്കിയ ജനത്തോട് കർത്താവ് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. എന്തിനാണ് ദൈവം എന്നെയും നിന്നെയും അന്വേഷിക്കുന്നത്? ഈ ലോകത്തിന് വരുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് ഈ ലോകത്തെ അറിയിക്കുവാനാണ്. നിന്റെ കൂട്ടുകാർ കടന്നു പോകുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് അവരെ അറിയിക്കുവാനാണ്. നിന്റെ വീട്ടുകാർ കടന്നു പോകുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് അവരെ അറിയിക്കുവാനാണ്. നിന്റെ അയൽപക്കത്തുള്ളവർ കടന്നു പോകുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് അവരെ അറിയിക്കുവാനാണ്. ദൈവം എന്നെയും നിന്നെയും തെരഞ്ഞെടുത്തത് എന്തിനെന്നറിയാമോ? അവന്റെ മൗത്ത് പീസായി നിൽപ്പാൻ, അവന്റെ വക്താവായി നിൽപ്പാൻ, അവന് വേണ്ടി ഈ ലോകത്തോട് സംസാരിക്കുവാൻ. ഇവിടെ പറയുന്നു, ഉറക്കെ വിളിക്കുക, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. Cried aloud, spare not, lift up thy voice like a trumpet and show my people their transgressions and the house of Jacob their sins. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, where are we in our calling? നമ്മളെ വിളിച്ച വിളിയിൽ നമ്മൾ എവിടെയാ? കർത്താവ് ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വത്തിൽ ഞാനും നിങ്ങളും എവിടെയാ? ഹല്ലേലൂയ! കർത്താവ് എന്നെയും നിന്നെയും തെരഞ്ഞെടുത്തു, ഇല്ലേ? പാപബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ചു, ലോകമോഹങ്ങളിൽ നിന്ന് വിടുവിച്ചു.
ജഡത്തിന്റെ വഴികളിൽ നിന്ന് വിടുവിച്ചു, മിസ്രൈമിന്റെ ആധിപത്യത്തിൽ നിന്ന് വിടുവിച്ചു, പിശാചിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് വിടുവിച്ചു, അവന്റെ കെട്ടുകളെ അഴിച്ച് എന്നെയും നിങ്ങളെയും അവൻ സ്വതന്ത്രനാക്കി. എന്തിന്? നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുവാനല്ല, പണ്ട് ജീവിച്ച വഴി പിന്നെയും പിന്തുടരുവാനല്ല, പിന്നെയോ ഒരു പുതിയ ജീവിതം ജീവിപ്പാൻ, നമ്മളെ വിടുവിച്ച നാഥന് വേണ്ടി, നമ്മളെ വിടുവിച്ച കർത്താവിന് വേണ്ടി ഈ ലോകത്തോട് സംസാരിപ്പാൻ. ഹല്ലേലൂയ! കാഹളം പോലെ ശബ്ദം ഉയർത്തണം. ആ കാഹളത്തിന്റെ പ്രത്യേകതയെ കുറിച്ചൊക്കെ നമുക്കറിയാം. ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2 ദിനവൃത്താന്തം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിരിക്കും. പല പല കാഹളങ്ങളെ കുറിച്ചൊക്കെ അവിടെ കേൾക്കാം. കാഹളങ്ങൾ എന്താണെന്നറിയാമോ? ഹല്ലേലൂയ! തയ്യാറാകുവാനുള്ള വിളിയാണ് കാഹളം. കാഹളം കേൾക്കുമ്പോൾ ജനം തയ്യാറാകുകയാണ്. ഒന്നുകിൽ യുദ്ധത്തിന് തയ്യാറാകുക, അല്ലെങ്കിൽ യാത്ര പുറപ്പെടുവാൻ തയ്യാറാകുക, അല്ലെങ്കിൽ ഒന്നിച്ചു കൂടുവാൻ തയ്യാറാകുക, അല്ലെങ്കിൽ ദൈവാലോചന കേൾക്കുവാൻ തക്കവണ്ണം തയ്യാറാകുക. ഇതാണ് കാഹളം ധരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, കാഹളം പോലെ നിന്റെ ശബ്ദത്തെ ഉയർത്തി ഈ ലോകത്തോട് നീ സംസാരിക്കണം. നീ ഒറ്റപ്പെട്ടു പോയേക്കാം, നിന്നെ കല്ലെറിഞ്ഞേക്കാം, നിന്നെ നിന്ദിച്ചേക്കാം, നിന്നെ പരിഹസിച്ചേക്കാം, നിന്നെ വിടുക്കം തണ്ടിയേക്കാം. എന്നാൽ നീ സംസാരിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ! മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ! മറന്നു പോകരുത്. പ്രൈസ് ഗോഡ്. ഇവിടെ നമ്മൾ കേട്ടു. ദൈവവചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്തിലേക്ക് നോക്കിക്കേ. ഞാൻ ദേശത്തെ നശിപ്പിക്കാത്തവണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. എസെക്കിയേലിന്റെ കാലഘട്ടത്തിലുള്ള ദൈവജനത്തിന്റെ ജീവിതം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിനേക്കാൾ എത്രയോ പരിതാപകരമാണ് ഇന്നത്തെ ദൈവജനത്തിന്റെ ജീവിതം. മനസ്സിലാക്കണമേ സഹോദരങ്ങളെ, എസെക്കിയേലിന്റെ ജീവിത കാലഘട്ടത്തിൽ ദൈവജനം എത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നു മാറിയോ അതിനേക്കാൾ അധികം മ്ലേച്ഛതയുടെ മധ്യത്തിലാണ് ഇന്ന് ദൈവജനം എന്ന് പറയുന്നവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ഈ കേട്ട വചനം ഇന്നത്തേക്ക് ഈക്വലന്റ് ആണ്, റിലവന്റ് ആണ്. ഹല്ലേലൂയ! ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ ഈ വചനം അന്വർത്ഥമാണ്. ഇന്ന് ദൈവം അന്വേഷിക്കുക ചില വ്യക്തികളെ, ദൈവജനത്തെ പാപത്തെ ഓർമ്മപ്പെടുത്തുവാൻ, ദൈവജനത്തെ പാപത്തിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരുവാൻ, ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം, ദേശങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ചില വ്യക്തികളെ നമ്മുടെ മധ്യത്തിൽ ദൈവം അന്വേഷിക്കുന്നു. പക്ഷേ നമ്മളിൽ പലർക്കും സമയമില്ല. കേൾക്കണമേ, ഈ ജീവിത സാഹചര്യത്തിലേക്കൊന്ന് പോയേ. കർത്താവ് പ്രവാചകനോട് പറഞ്ഞ ആ ജീവിത കാലഘട്ടത്തിലേക്കൊന്ന് പോയേ. 26 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് എഴുതിയിരിക്കുകയാണ്. അതൊക്കെ ആ കണ്ടീഷൻ ഒന്ന് ഓർത്ത് നോക്കിയേ. ദി സ്റ്റേറ്റ് ഓഫ് ദി പീപ്പിൾ, ദി കണ്ടീഷൻ ഓഫ് ദി സോ കോൾഡ് പീപ്പിൾ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ജനം എന്ന് പറയുന്ന ജനത്തിന്റെ കണ്ടീഷൻ, അവസ്ഥ എന്താണെന്ന് ഒന്ന് വായിച്ചു നോക്കിക്കേ സഹോദരങ്ങളെ. 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതിലെ പുരോഹിതന്മാർ എൻ്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. ഈ പുരോഹിതന്മാരെ എന്തിനാണ് ദൈവം വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? തൻ്റെ പ്രമാണങ്ങളെ ദൈവജനത്തിന് പഠിപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണമാണ്. പ്രമാണങ്ങളിൽ ദൈവജനത്തെ നടത്തുന്നതിന് വേണ്ടിയാണ്. അശുദ്ധവും ശുദ്ധവും ഏതെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനാണ്. അവർ ദൈവത്തെ അറിഞ്ഞവരായിരിക്കണം, ദൈവിക ആലോചനകൾ കയ്യിലുള്ളവരായിരിക്കണം. ദൈവിക ആലോചനകൾ ജനത്തിന് കൊടുക്കേണ്ട പുരോഹിതന്മാർ തന്നെ വഷളന്മാരായി മാറി. പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 22-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ എനിക്ക് സമയമില്ല ഇതൊക്കെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ. സഹോദരങ്ങളെ, വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഈ അധ്യായം ഒന്ന് വായിച്ച് നോക്കണം, അവിടുത്തെ കണ്ടീഷൻ എന്തുവാന്നുള്ളത്. 7-ാമത്തെ വാക്യത്തിൽ മുതൽ ഞാൻ വെറുതെ ഒന്ന് വായിക്കുകയാണ്. വെറുതെ എന്നല്ല, ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ച് വായിക്കുകയാണ്. 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, 22-7, നിന്റെ മധ്യേ അവർ അപ്പനെയും അമ്മയെയും പുച്ഛിക്കുന്നു, നിന്റെ മധ്യേ അവർ പരദേശിയെ പീഡിപ്പിക്കുന്നു, നിന്നിൽ വെച്ച് അവർ അനാഥനെയും വിധവയും ഉപദ്രവിക്കുന്നു, എൻ്റെ വിശുദ്ധ വസ്തുക്കളെ ധിക്കരിച്ച് എൻ്റെ ശബത്തുകളെ അശുദ്ധമാക്കുന്നു. ഇതൊക്കെ നടക്കുന്നില്ലേ നമ്മുടെ മധ്യത്തിൽ? ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ എത്ര സത്യസന്ധമായിട്ട് ദൈവസഭയുടെ മധ്യത്തിൽ നടക്കുന്നുണ്ട്. ബന്ധങ്ങൾ തകർക്കുന്ന ഒരു ജനം, ബന്ധത്തിന് വില കൊടുക്കാത്ത ഒരു ജനം, അപ്പനെയും അമ്മയെയും പുച്ഛിക്കുന്ന ഒരു ജനം, കർത്താവിൻ്റെ വിശുദ്ധ കൽപ്പനകളെയും വിശുദ്ധ വസ്തുക്കളെയും അവഹേളിക്കുന്ന ഒരു ജനം, ദൈവഭയം ഇല്ലാത്ത ഒരു ജനം. താഴേക്ക് വായിച്ചു നോക്കിക്കേ. രക്തം ചൊരിയേണ്ടതിന് ഏഷണി പറയുന്നവർ നിന്നിലുണ്ട്, പൂജാഗിരികളിൽ ഭക്ഷണം കഴിക്കുന്നവർ നിന്നിലുണ്ട്, നിന്റെ നടുവിൽ അവർ ദുഷ്കർമ്മം പ്രവർത്തിക്കുന്നു. ശരിയല്ലേ? ദൈവത്തിന്റെ സഭയുടെ ഭാഗമാകുന്നു പറയുന്നു. ലോകത്തിന്റെ മട്ടവര് വലിച്ചു കുടിക്കുന്നു. ഹല്ലേലൂയ! തങ്ങൾക്ക് സംസർഗം അരുതെന്ന് പറഞ്ഞ, തങ്ങൾക്ക് കൂട്ടായ്മ അരുതെന്ന് പറഞ്ഞ, തങ്ങൾക്ക് ഫെലോഷിപ്പ് അരുതെന്ന് പറഞ്ഞ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വഴികളൊക്കെയും അവർ അനുഗമിക്കുന്നു. ഇതെല്ലാം സർവ്വസാധാരണമായി തീർന്നിരിക്കുന്നു സഭയ്ക്കുള്ളിൽ. ദൈവം എന്തൊക്കെ നോ പറഞ്ഞിരിക്കുന്നുവോ അതൊക്കെ ആകാമെന്ന് ഇന്നത്തെ പുരോഹിതന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നു. അവർ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയാണ്.
കഴിഞ്ഞ കാലങ്ങളിൽ അനേക ദൈവഭക്തന്മാർക്ക് മനസ്സിലാകാത്ത, വെളിപ്പെട്ട് കിട്ടാത്ത സത്യങ്ങളാണ് ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയതെന്നും പറഞ്ഞ് അവർ പുതിയ പുതിയ തിയോളജികൾ, ദൈവശാസ്ത്രങ്ങൾ ഇന്ന് ദൈവസഭയെ പഠിപ്പിച്ച് സഭയെ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറന്നുപോകരുത് സഹോദരങ്ങളെ. താഴേക്കൊന്ന് വായിച്ചു കഴിഞ്ഞാൽ, ഒരുത്തൻ തൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയുമായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു, മറ്റൊരുത്തൻ തൻ്റെ മരുമകളെ ദുർമര്യാദ പ്രവർത്തിച്ച് മലിനയാക്കുന്നു, വേറൊരുത്തൻ നിന്നിൽ വെച്ച് എന്ന് പറഞ്ഞാൽ നിന്റെ ജനത്തിന്റെ മധ്യത്തിൽ വെച്ച് തൻ്റെ അപ്പൻ്റെ മകളായ സഹോദരിയെ വഷളാക്കുന്നു. എന്തെല്ലാമാണ് ഇന്ന് കാണുന്നത്? എന്തെല്ലാമാണ് കാണുന്നത് സഹോദരങ്ങളെ? ഇതിനേക്കാൾ എത്രയോ മ്ലേച്ഛതകളാണ് ഇന്ന് കാണുന്നത്, അല്ലേ? സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി ഇന്ന് പലതും രഹസ്യത്തിലാണ് നടത്തുന്നത്. ഇതൊക്കെ കാണുന്നത് രഹസ്യത്തിലാണ്, ഇതൊക്കെ എൻജോയ് ചെയ്യുന്നത് രഹസ്യത്തിലാണ്. ഹല്ലേലൂയ. അവർ പരസ്യത്തിൽ ചെയ്ത പലതും അതിൻ്റെ എത്രയോ ഇരട്ടിയായി ഇന്ന് രഹസ്യത്തിൽ ദൈവമക്കളെന്നും ദാസന്മാരെന്നും പറയുന്നവർ ചെയ്യുന്നു. എന്നിട്ടും അവർ തങ്ങളെ തന്നെ പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്, ഞാൻ ദൈവത്തിൻ്റെ ദാസിയാണ്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഞാൻ ദൈവത്തിൻ്റെ ജനമാണ്. താഴേക്ക് വായിക്കുന്നു, രക്തം ചൊരിയേണ്ടതിന് അവർ നിന്നിൽ കൈക്കൂലി വാങ്ങുന്നു, പലിശയും ലാഭവും വാങ്ങി നീ കൂട്ടുകാരെ ഞെരുക്കി സമ്പാദ്യമുണ്ടാക്കി എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നീ സമ്പാദിച്ചിരിക്കുന്ന ലാഭത്തെയും നിന്റെ നടുവിലുണ്ടായ രക്തപാതകത്തെയും കുറിച്ച് ഞാൻ കൈകൊട്ടും. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ഞാനത് അരുളി ചെയ്തിരിക്കുന്നു, ഞാനത് നിവർത്തിക്കുകയും ചെയ്യും. കർത്താവ് കണക്ക് ചോദിക്കുന്ന ഒരു നാൾ കടന്നു വരുന്നു, കണക്ക് തീർക്കുന്ന ഒരു നാൾ കടന്നു വരുന്നു. യഹോവയായ കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിന്നോട് കണക്ക് ചോദിക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? നിനക്ക് ധൈര്യത്തോടെ എൻ്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് കഴിയുമോ? എന്നിട്ട് താഴേക്ക് ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ട് 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതിലെ പുരോഹിതന്മാർ എൻ്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല, മലിനവും നിർമ്മലിനവും തമ്മിലുള്ള ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. ഞാൻ അവരുടെ മധ്യ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവർ എൻ്റെ ശബത്തുകളെ നോക്കാതെ കണ്ണുമറച്ചു കളയുന്നു. ശരിയല്ലേ ഇന്ന് സഭകളിൽ നടക്കുന്നത്? ഹല്ലേലൂയ. ദൈവസഭയുടെ മധ്യത്തിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും നടക്കരുത്, ഇങ്ങനെ ഉണ്ടാകുമോ എന്ന് പോലും അത്ഭുതത്തോടെ ചിന്തിച്ച വ്യക്തികളുടെ മുമ്പിൽ ഇന്നെല്ലാം സർവ്വസാധാരണമാണ്. ഹല്ലേലൂയ. ആർക്കും ദൈവ പൈതലാണെന്ന് പറയാം, ഏത് വഴിയിലുള്ള ജീവിത ശൈലിയും ഇന്ന് സ്വീകരിക്കാം. പണ്ട് ചെറുതായിരുന്ന വാതിലുകളൊക്കെ ഇന്ന് വലുതായ വാതിലുകളാക്കി മാറ്റി. പണ്ട് നിഷിദ്ധമായിരുന്നതൊക്കെ ഇന്ന് സർവ്വസാധാരണമായി സഭയുടെ മധ്യത്തിൽ മാറി. പണ്ട് മാറ്റി നിർത്തിയവരൊക്കെ ഇന്ന് സഭയ്ക്കകത്തുള്ള ശുശ്രൂഷകൾ ചെയ്യുകയാ. മലിനവും നിർമ്മലിനവും തമ്മിലുള്ളത് ഒരു വേർതിരിവുമില്ല. ഇന്ന് എല്ലാം സുലഭമായി, എല്ലാം ഓക്കെയാ. എന്തിനാ നമ്മൾ ഷട്ടറുകൾ വലിച്ചു വെക്കുന്നത്? പകുതി അടഞ്ഞിരിക്കുന്നതിനെ വലിച്ചു തുറന്നിരിക്കുന്നത് എന്തെന്നറിയാമോ? മോർ പീപ്പിൾ ടു കം ഇൻ. അധികം ജനത്തിനകത്തേക്ക് വരണം. മാനസാന്തരപ്പെട്ടാണോ വരുന്നത്? പ്രമാണമനുസരിച്ചാണോ വരുന്നത്? ദൈവസന്നിധിയിൽ കീഴ്പ്പെടുവാനുള്ള മനസ്സോടുകൂടിയാണോ വരുന്നത്? ദൈവസന്നിധിയിൽ ഭയപ്പെടുവാനുള്ള മനസ്സോടുകൂടിയാണോ വരുന്നത്? ആര് ചോദിക്കുന്നു? കസേരകൾ നിറയണം, നിറയുന്നതനുസരിച്ച് കൂടുതൽ കസേരകൾ ഓർഡർ ചെയ്യണം, വീണ്ടും വീണ്ടും നിറയണം. ബിൽഡിങ്ങുകൾ പൊളിച്ചു കളഞ്ഞിട്ട് അതിലും വലുതായിട്ടുള്ളത് പണിയണം, എയർ കണ്ടീഷനർ ഒക്കെ വെക്കണം. ഹോട്ടലിൽ എങ്ങനെ ഇരിക്കുന്നുവോ, സിനിമ ടാക്കീസുകളിൽ എങ്ങനെ ഇരിക്കുന്നുവോ അതേ ഒരു പ്രതീതി, മനോഹരമായ ഒരു പ്രതീതി ദൈവസഭയ്ക്കുള്ളിൽ. ഇതാണോ ദൈവസഭ? ഇതാണോ ദൈവസഭ? വിശുദ്ധിയെക്കുറിച്ചുള്ള പ്രസംഗം എവിടെ? മാനസാന്തരത്തെക്കുറിച്ചുള്ള പ്രസംഗം എവിടെ? മടങ്ങിവരവിനെ കുറിച്ചുള്ള പ്രസംഗം എവിടെ? ക്രൂശിനെ കുറിച്ചുള്ള പ്രസംഗം എവിടെ? യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള പ്രസംഗം എവിടെ? ന്യായവിധിയെ കുറിച്ചുള്ള പ്രസംഗം എവിടെ? നിത്യനരകത്തെ കുറിച്ചുള്ള പ്രസംഗം എവിടെ? ഇതൊന്നുമില്ല. ഇന്ന് കേൾക്കേണ്ടത് പോസിറ്റീവ് തിയോളജി, ഇന്ന് കേൾക്കേണ്ടത് എൻകറേജിങ് വേർഡ്സ്, ഇന്ന് കേൾക്കേണ്ടത് ഫിസിക്കൽ ബ്ലെസ്സിങ്സ്, നിറഞ്ഞു കവിയുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്. എത്ര കാലം നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ? മരിക്കുന്ന സമയം വരെ. എന്നാ മരിക്കുന്നത്? നാളെ ഈ സമയത്ത് ഉണ്ടാകുമോ എന്ന് പറയുവാൻ കഴിയാത്ത മനുഷ്യൻ ഫിസിക്കൽ ബ്ലെസ്സിങ്സിന് പിന്നാലെ ഓടുകയാണ്. എന്നാൽ മരണത്തിന് ശേഷമുള്ള സ്പിരിച്വാലിറ്റിയെക്കുറിച്ച്, ആത്മീയതയെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് ചിന്തിപ്പാൻ ആർക്കും സമയമില്ല. ഇവിടെ പറയുന്നു, അതിന് ഉത്തരവാദിത്വം ലഭിച്ച, അതിന് ദൈവം ഉത്തരവാദിത്വം കൊടുത്ത പുരോഹിതന്മാരുടെ അവസ്ഥയാണ് ഇവിടെ നമ്മൾ കേട്ടത്. അവരെന്തുവാ ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് മെഴുക്ക് വരട്ടിയായിട്ട് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുകയാണ്. ദൈവജനത്തെ വഴിയിലൂടെ നടത്തേണ്ടവർ ഹാലിൽ തങ്ങളുടെ ദുർമാർഗങ്ങളിൽ രസിക്കുക. സഹോദരങ്ങളെ, ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. അടുത്തത് നോക്കി, 27-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയേ.
അതിന്റെ നടുവിലെ പ്രഭുക്കന്മാർ ലാഭമുണ്ടാക്കേണ്ടതിന് ഇര കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ രക്തം ചൊരിയുവാനും ദേഹികളെ നശിപ്പിക്കുവാനും നോക്കുന്നു. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? ഭരണകർത്താക്കളെ കുറിച്ച്, പൊളിറ്റീഷ്യൻസിനെ കുറിച്ചാണ് പറയുന്നത്, നേതാക്കളെ കുറിച്ചാണ് പറയുന്നത്, പ്രഭുക്കന്മാരെ കുറിച്ചാണ് പറയുന്നത്. അവരെ എന്തിനാ വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? അതിലെ ധർമ്മത്തിൽ, നീതിയിൽ ഭരണം നടത്തുവാനാണ്, ദൈവ ഭയത്തിൽ ഭരണം നടത്തുവാനാണ്. തങ്ങൾക്ക് മീതെ ഒരു ന്യായാധിപതി ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ, തങ്ങൾക്ക് മീതെ ഒരു യജമാനൻ ഉണ്ടെന്നുള്ള ഭാവബോധ്യത്തിൽ, ദൈവഭയത്തിൽ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തെ നീതിയോടെ ഭരണം നടത്തുവാൻ തക്കവണ്ണം ഉത്തരവാദിത്വം ലഭിച്ചിരിക്കുന്ന, ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഭരണകർത്താക്കൾ എങ്ങനെയാണ് ഭരിക്കുന്നതെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവർക്ക് ലാഭം വേണം, അവർക്ക് ലാഭമുണ്ടാക്കണം. എനിക്കെങ്ങനെ ലാഭമുണ്ടാക്കാം? ഇന്ന് നോക്കിക്കേ, കോടതികളിലേക്കൊന്ന് നോക്കിക്കേ. ഒരു കാലത്ത് കോടതിയെ വിശ്വസിക്കുവാൻ കഴിയുമായിരുന്നു. ഇന്ന് അനേക കോടതികളെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. ഇപ്പൊ കാണുന്നില്ലേ ഓരോ ന്യൂസുകളൊക്കെ, ഓരോ ജഡ്ജസിനെ കുറിച്ചുള്ള ന്യൂസുകളൊക്കെ വെളിയിൽ വരുന്നത്? നിങ്ങൾ പറ, ലെജിസ്ലേഷനെ പോലും വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുകയില്ലെങ്കിൽ, നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിക്കുവാൻ നമുക്ക് കഴിയുകയില്ലെങ്കിൽ, ഒരു സാധാരണ മനുഷ്യന് എവിടെ നീതി കിട്ടും? ഈ ഭൂമിയിൽ എവിടെ നീതി കിട്ടും? ആരുടെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്യും? നമ്മൾ നീതിക്ക് വേണ്ടി ആരുടെ വാതിക്കൽ മുട്ടും? സഹോദര സഹോദരി, ഇവിടെ വചനം എഴുതിയിരിക്കുന്നു, അതിലെ പ്രഭുക്കന്മാർ ലാഭത്തിനു വേണ്ടി മാത്രം ജീവിക്കുക. ഇതിന്റെ മധ്യത്തിലാണ് നിന്നെയും എന്നെയും ദൈവം വിളിച്ചത്. എന്തിന്? ഈ സർവശക്തനായ ദൈവത്തിന്റെ വരുവാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച് ഈ ലോകത്തോട് പ്രസംഗിക്കാൻ, ഈ ലോകത്തെ അറിയിക്കുവാൻ. ഹല്ലേലൂയ! അത് മാത്രമോ, ലോകത്തിൽ നീതി ലഭിക്കാത്ത ഒരു ജനത്തിനോട് പറയുകയാണ്, ദൈവിക നീതിയുണ്ട്. ഹല്ലേലൂയ! ദൈവത്തിന്റെ നീതിക്ക് മുമ്പ് നീ കീഴ്പ്പെടുന്നുവെങ്കിൽ നിനക്ക് സർവ്വനീതിയും സർവശക്തനായവൻ തരുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുവാനാണ് നിന്നെയും എന്നെയും വിളിച്ചിരിക്കുന്നത്. വഴി അടഞ്ഞുപോയ ഒരു ജനത്തിന്റെ മധ്യത്തിൽ നിത്യമായ ചില വഴികളുണ്ടെന്ന് അവരെ ഓർമ്മിപ്പിക്കുവാൻ തക്കവണ്ണം, നിരാശയിൽ തകർന്ന് താണുകൊണ്ടിരിക്കുന്നവരുടെ മധ്യത്തിൽ പ്രത്യാശയുടെ ശബ്ദത്തെ കൊടുക്കുവാൻ തക്കവണ്ണമാണ് എന്നെയും നിങ്ങളെയും വിളിച്ചത്. പക്ഷേ നീ എവിടെ ഒളിച്ചിരിക്കുക? ദൈവം ചോദിക്കുന്നു, ആദമേ നീ എവിടെ? എന്റെയും നിങ്ങളുടെയും പേര് വിളിച്ചുകൊണ്ട് കർത്താവ് ചോദിക്കുന്നു, നീ എവിടെ? നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്ത്, നിന്റെ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങളൊക്കെ ഒതുക്കി, നിന്റെ മക്കളെയൊക്കെ പഠിപ്പിച്ച് വലിയവരാക്കി തീർത്തതിന് ശേഷമാണ് കർത്താവിന്റെ വിളിക്ക് നീ ഉത്തരം കൊടുക്കുന്നതെങ്കിൽ, സഹോദര സഹോദരി, നാളത്തെ ദിവസം എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ളതല്ല. കർത്താവ് അന്വേഷിക്കുന്നു. നിത്യമായി നിലനിൽക്കുന്നതിന് വേണ്ടി അധ്വാനിക്കുവാൻ കർത്താവ് നിന്നെ വിളിക്കുക. ഹല്ലേലൂയ! കാരണം നിന്നെ അന്വേഷിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നിനക്കും എനിക്കും വേണ്ടി സ്വന്തം ജീവനെ തന്ന്, ഹല്ലേലൂയ, എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത് തൻ്റെ സ്വന്തം ആത്മാവിനെ, തന്നിൽ ഏതാത്മാവാണോ ഉള്ളത് അതേ ആത്മാവിനെ പെന്തിക്കോസ്ത് നാളിൽ ഈ ഭൂമിയിലേക്ക് അയച്ച് അവനെ നമ്മളിൽ തന്ന്, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിന്റെ വിശുദ്ധ മന്ദിരമാക്കി മാറ്റി, ശ്രേഷ്ഠമായ പുരോഹിത വർഗമാക്കി മാറ്റി. പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ രാജകീയ പുരോഹിത വർഗമാക്കി നമ്മളെ മാറ്റി. എന്തിന്? രാജാവിന്റെ അധികാരത്തോടെ, പുരോഹിതന്റെ വിശുദ്ധിയോടെ ഈ ലോകത്തിന്റെ മധ്യത്തിൽ കർത്താവിനെ ഉയർത്തുവാൻ തക്കവണ്ണം. നമ്മുടെ മധ്യത്തിലേക്ക് ആ കളങ്കം കടന്നു വന്നിരിക്കുന്നത്. നമ്മളിൽ പലരും സംസാരിക്കുന്ന ലോകക്കാരുടെ ഭാഷ, നമ്മുടെ പലരുടെയും വേഷവിധാനങ്ങൾ ലോകത്തിൻ്റെ വേഷവിധാനങ്ങൾ, നമ്മുടെ സംസാര രീതി ലോകത്തിൻ്റെ സംസാര രീതി, നമ്മുടെ ജീവിത ശൈലി ലോകത്തിൻ്റെ ജീവിത ശൈലി. ഇവിടെ പറയുന്നു, നല്ലതും ചീത്തയും തമ്മിൽ, മലിനവും നിർമ്മലനവും തമ്മിൽ വേർതിരിക്കുവാൻ കഴിയുന്നില്ല, ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുവാൻ കഴിയുന്നില്ല. അതിൻ്റെ മധ്യത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, കർത്താവിൻ്റെ പ്രമാണത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് എന്നെയും നിന്നെയും അന്വേഷിക്കുക. ഹല്ലേലൂയ! മുന്നോട്ട് നോക്കിയ സഹോദരങ്ങളെ, അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ചും, 28-ാമത്തെ വാക്യം, അതിലെ പ്രവാചകന്മാർ വ്യാജം ദർശിച്ചും കള്ളപ്രശ്നം പറഞ്ഞും യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കുമ്മായം തേക്കുന്നു. ആർക്ക് കുമ്മായം തേക്കുന്നു? ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രഭുക്കന്മാർക്ക് കുമ്മായം തേക്കുന്നു. ഇപ്പൊ നോക്കിക്കേ, സഭയ്ക്കകത്തേക്ക് മീറ്റിങ്ങുകൾ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ആരാന്നറിയാമോ? രാഷ്ട്രീയക്കാര്. ശരിയല്ലേ? ഈ രാഷ്ട്രീയക്കാരെ കുമ്മായം തേച്ച് നിർത്തിയിരിക്കുന്നത് ആരാ? സോ കോൾഡ് റിലീജിയസ് പീപ്പിൾ അല്ലേ? ചിലരൊക്കെ കണ്ടിട്ടില്ലേ? ചിലരൊക്കെ എനിക്ക് ഓരോ വീഡിയോ ക്ലിപ്പുകളൊക്കെ അയച്ചു തരും. നാട്ടിലുള്ള ചിലരൊക്കെ ചർച്ചിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ വലിയ പോസ്റ്റ്. അവരാരെങ്കിലും യേശുവിനെ കുറിച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നയാൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു. യേശുവിനെ കുറിച്ച് എന്തോ പറഞ്ഞ? പിശാചു യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. പോഷന്മാര് അല്ലേ? ഞാൻ ആരുടെയും പേരെടുത്തൊന്നും പറയുന്നില്ല, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ചിലരുടെയൊക്കെ ഇല്ലേ? ഇന്ന ആളിന്റെ അഭിപ്രായം കേൾക്കൂ. യേശുവിനെ കുറിച്ച് അവർ പറയുന്നത്, യേശുവിനെ കുറിച്ച് അവർ പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അവരാരും യേശുവിന്റെ പ്രമാണത്തിന് കീഴ്പ്പെടുന്നുണ്ടോ? അത് ചോദിക്കത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ പെന്തിക്കോസുകാർക്കുള്ള ഒരു സ്വഭാവമായത്.
രാഷ്ട്രീയക്കാരെന്തിനാണ് വരുന്നതെന്ന് അറിയാമോ സഭയിൽ? അവർക്ക് വോട്ട് കിട്ടണോ അതിനു വേണ്ടി അല്ലേ? ഇന്ന് അനേക വിശ്വാസികൾ വോട്ട് ബാങ്കുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുക അല്ലേ? രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. രാഷ്ട്രീയ പ്രവർത്തനമാണ്, സഭയ്ക്കകത്ത് പോലും രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിന് സംശയം അല്ലേ? എത്രയോ ഇലക്ഷനാണ് നടക്കുന്നത്. പുറത്ത് കാണാത്ത ചൂടാ അകത്ത്, സഭയ്ക്കകത്തെ ഇലക്ഷനുള്ള ചൂട്. പിന്നെ പാർട്ടി പറയുന്നില്ലെന്നേ ഉള്ളൂ, അകത്ത് പാർട്ടി കാണുമായിരിക്കും, എനിക്കറിയില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പ്രവാചകനെ എന്തിനാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? കുറവുകളെ വെളിപ്പെടുത്തുവാനാണ് പ്രവാചകനെ കർത്താവ് വച്ചത്. അതിൽ ദൈവജനത്തിൻ്റെ കുറവുകളെ അവർക്ക് ഓർമ്മപ്പെടുത്തുവാൻ തക്കവണ്ണം, അവരുടെ മധ്യത്തിലുള്ള മ്ലേച്ഛതകളെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്ന് ജനത്തെ അറിയിക്കുന്നവനാണ് പ്രവാചകൻ. വരുവാൻ പോകുന്ന ദൈവകോപത്തെക്കുറിച്ച് മുന്നമേ അറിയിപ്പ് കൊടുക്കുന്നവനാണ് പ്രവാചകൻ. അവൻ കാവൽക്കാരനാണ്. നിന്റെ മുമ്പിലുള്ള അപകടം എന്താണെന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച്, വില കൊടുത്ത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച്, സമയം കൊടുത്ത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവജനത്തെ അറിയിക്കുന്നവനാണ് പ്രവാചകൻ. നമ്മൾ മറന്നു പോകരുത്. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ എടുത്ത് കാണിക്കാം പ്രവാചകനെ കുറിച്ച്. എസെക്കിയേൽ പ്രവചനത്തിൽ തന്നെ 3:17 നോക്കി, അവിടെ എഴുതിയിരിക്കുന്നു, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനായിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. നീ എൻ്റെ വായിൽ, ആരോടാ? ഇസെക്കിയേലിനോട് പറയുകയാണ്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന് നിന്നെ ആക്കിയിരിക്കുന്നു. ഒരു പ്രവാചകൻ കാവൽക്കാരനാണ്. എല്ലാവരും, ഒരു കാവൽക്കാരന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? എല്ലാവരും കിടന്ന് സുഖമായി ഉറങ്ങുമ്പോൾ കാവൽക്കാരൻ ഉറങ്ങാതിരിക്കുന്നു. ദൈവശബ്ദം കേട്ട് ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് ദൈവജനത്തെ ഓർമ്മിപ്പിക്കുന്നവനാണ്, ദൈവജനത്തിന് ആലോചന കൊടുക്കുന്നവനാണ് ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്നറിയാമോ? വ്യാജം ദർശിച്ചിട്ട് യഹോവ അരുളി ചെയ്യാതിരിക്കെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കുമ്മായം തേക്കുന്നു. കുമ്മായം എന്തിനാണ് നമ്മൾ തേക്കുന്നത്? വൃത്തികേട് മാറ്റാൻ വേണ്ടിയാണ്. അകത്ത് വൃത്തികേടാണ്. ഈ നമ്മൾ വോളയിലൊക്കെ ഭിത്തിയിലൊക്കെ കുമ്മായം അടിക്കത്തില്ല, വൈറ്റ് വാഷ് ചെയ്യത്തില്ല. കുമ്മായം അടിക്കുക എന്ന് പറഞ്ഞാൽ വൈറ്റ് വാഷ് ചെയ്യുക. എന്തിനാണ് വൈറ്റ് വാഷ് ചെയ്യുന്നത്? അതിനകത്തെ അഴുക്കൊക്കെ അങ്ങ് പോകാനാണ്, ഇംപ്രസീവ് ആക്കാനാണ്. ഇറ്റ് ഈസ് എ ഡിസെപ്ഷൻ. അതായത് അവരുടെ വൃത്തികേടുകളൊന്നും മറ്റാരും കാണാതിരിക്കാൻ അതിന് ഒരു റിലീജിയസ് വൈറ്റ് വാഷ് കൊടുക്കുക. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മൾ വളരെ ശ്രദ്ധിക്കണമേ. എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. താഴേക്ക് വായിച്ചു വന്നാൽ ആ 3-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് വാക്യത്തിൽ പറഞ്ഞു, 27-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിൻ്റെ വായെ തുറക്കും, നീ അവരോട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയണം. കേൾക്കുന്നവൻ കേൾക്കട്ടെ, കേൾക്കാത്തവൻ കേൾക്കാതെ ഇരിക്കട്ടെ. അവർ മത്സരഗൃഹമല്ലോ. നോക്കിയ ഒരു പ്രവാചകന് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം അത്. ഞാൻ നിന്നോട് ആലോചന തരുമ്പോൾ ഞാൻ നിൻ്റെ വായെ തുറക്കും. നീ നിൻ്റെ വായെ തുറന്നുകൊണ്ട് പറയണം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നുവെന്ന്. കേൾക്കുന്നവൻ കേൾക്കട്ടെ, കേൾക്കാത്തവൻ കേൾക്കാതിരിക്കട്ടെ. അവർ മത്സരഗൃഹമല്ലോ എന്ന് പറഞ്ഞാൽ നിൻ്റെ ഉത്തരവാദിത്വത്തെ നീ ചെയ്യണമെന്ന്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്നത്തെ പ്രവാചകന്മാരെന്ന് പറയുന്നവർ ഇവരാണോ? കർത്താവിൻ്റെ ആലോചന അവർ അറിയിക്കുന്നുണ്ടോ? ഇല്ല. കർത്താവിൻ്റെ ശബ്ദം അവർ കേൾപ്പിക്കുന്നുണ്ടോ? ഇല്ല. കർത്താവിൽ നിന്ന് അവർ പ്രാപിക്കുന്നുണ്ടോ? ഇല്ല. ധൈര്യത്തോടെ നിന്ന് ലോകം വേറെയാണ്, ദൈവം വേറെയാണെന്ന് അവർ പറയുന്നുണ്ടോ? ഇല്ല. പ്രമാണങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അവർ തങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നു. തങ്ങളുടെ ലാഭത്തിനു വേണ്ടി അവർ ജീവിക്കുന്നു. രാഷ്ട്രീയക്കാരുമായിട്ടും ലോകത്തുള്ളവരുമായിട്ടും ലോകത്തിലെ പ്രഭുക്കന്മാരുമായിട്ടും അവർ കൈകൊടുത്തുകൊണ്ട് അവരോട് ചേർന്ന് നിൽക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് കർത്താവ് എത്രയോ വലിയ ക്രൂസൈഡുകൾ കർത്താവ് നടത്തിയിട്ടുണ്ടല്ലേ? മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായവും 15-ാം അധ്യായവും ഒക്കെ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? 5000 പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കർത്താവ് പോഷിപ്പിക്കുന്നതായിട്ട് 14-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ 7 അപ്പവും കുറച്ച് മീനും കൊണ്ട് 4000 പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പോഷിപ്പിക്കുന്നതായിട്ട് 15-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. ഇതുവല്ലോ ഉദ്ഘാടനം ചെയ്യുവാൻ തക്കവണ്ണം അവിടുത്തെ പീലാത്തോസിനെ വിളിച്ചോ കർത്താവ്? അവിടുത്തെ മേയറിനെ വിളിച്ചോ കർത്താവ്? ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഈ ഒരു ടൈപ്പ്, അവിഹിതമായ ചില ബന്ധങ്ങൾ അവിടെ ഉണ്ടാക്കിയതായിട്ട് എവിടെയെങ്കിലും കാണുന്നുണ്ടോ സഹോദരങ്ങളെ? ദൈവജനം എപ്പോഴും വേർപെട്ടവരാ. സമൂഹത്തിൽ പ്രതിബദ്ധതയില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. സമൂഹത്തിന് ചെയ്യേണ്ട നന്മകൾ നമ്മൾ ചെയ്യരുതെന്നല്ല പറഞ്ഞത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സാമൂഹിക ഉത്തരവാദിത്തങ്ങളും ചുമതലകളും നമ്മൾ നിർവഹിക്കരുതെന്നല്ല പറഞ്ഞത്. പക്ഷെ when it comes to God, fear God. Don't mix the world with the church.
ദൈവത്തിൻ്റെ സഭ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിൻ്റെ കൂട്ടമാണ്. ദൈവത്തെ ഭയപ്പെടുന്ന ജനത്തിൻ്റെ കൂട്ടമാണ്. ദൈവിക പ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന ദൈവജനത്തിൻ്റെ കൂട്ടമാണ് ദൈവസഭ. ഞാനൊരു ദൈവദാസനാണെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദമായിരിക്കണം എന്നിൽ നിന്ന് മറ്റുള്ളവരെ കേൾക്കേണ്ടത്. ദൈവിക ആലോചനയായിരിക്കണം കേൾക്കേണ്ടത്. ഞാനൊരു ജനത്തെ നയിക്കേണ്ടത് ദൈവത്തിലേക്കായിരിക്കണം, ദൈവിക വഴികളിലേക്കായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞാൽ ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ വിടുതലിന് വേണ്ടിയായിരിക്കണം ഞാൻ സുവിശേഷം പറയേണ്ടത്. മറ്റുള്ളവരെ ലോകത്തിലേക്ക് അടുപ്പിക്കുന്നതല്ല സുവിശേഷം. ലോകത്തിൽ നിന്ന് കർത്താവിങ്കിലേക്ക് ജനത്തെ അടുപ്പിക്കുന്നതാണ് സുവിശേഷം. നീ കേൾക്കുന്ന സുവിശേഷം നിന്നെ ലോകത്തിലേക്കും ലോക വഴികളിലേക്കും ലോകത്തിലെ അനുഗ്രഹങ്ങളിലേക്കുമാണ് നയിക്കുന്നതെങ്കിൽ അത് കർത്താവിൻ്റെ സുവിശേഷമല്ല. കർത്താവ് സുവിശേഷം തന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ലോകത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനത്തെ, ഹാലിൽ ക്ഷണികമായിരിക്കുന്ന ലോകത്തിൻ്റെ അവസ്ഥയിൽ നിന്ന്, ക്ഷണികമായി പോകുന്ന മാനുഷിക ജീവിതത്തിൽ നിന്ന് നിത്യമായിരിക്കുന്ന കർത്താവിനോട് കൂടിയുള്ള വാസത്തെക്കുറിച്ച്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച് അവരെ അറിയിക്കുന്നതാണ് സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സുവിശേഷം അതാ. അതിനകത്ത് എവിടെയാണ് ലോകത്തിലെ അനുഗ്രഹങ്ങൾ? സഹോദര സഹോദരി, കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ മറന്ന് ഇന്ന് അനേകർ ജീവിക്കുന്നു. ഇവിടെ പറയുകയാണ്, അതിൻ്റെ മധ്യത്തിൽ ദൈവം നിന്നെ അന്വേഷിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യാതിരിക്കുകയാണ്. എന്തുകൊണ്ട്? നമ്മളും അവരിൽ ഒരാളെപ്പോലെ ആയിപ്പോകുന്നു പല കാര്യങ്ങളിൽ. അവർ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നുണ്ട്, നമ്മളും ചില വഴികളിൽ ലോകത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കിയേ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമയങ്ങൾ മൊത്തം നമ്മൾ ലോകത്തിന് വേണ്ടിയല്ലേ പോകുന്നത്? അല്ലേ? കർത്താവിന് വേണ്ടി കൊടുക്കാൻ നമുക്ക് സമയമില്ല. ഒരാളെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നമുക്ക് സമയമില്ല. ത്യാഗമെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സമയമില്ല. അതിനൊരു സ്റ്റെപ്പ് മുന്നോട്ടെടുക്കുവാനോ അതിനുവേണ്ടി കഷ്ടം അനുഭവിപ്പാനോ നിന്ദ അനുഭവിപ്പാനോ നമുക്ക് സമയമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കർത്താവിനെ സേവിക്കുവാനായിട്ട് കഴിയും, ചില പ്രത്യേക വഴികളിലൂടെ. ഒരുപക്ഷെ ഈ പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞെന്നിരിക്കത്തില്ല, പക്ഷെ നിങ്ങൾക്ക് കഴിയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ദൈവവചനം ഏതെല്ലാം വഴികളിലൂടെ മറ്റുള്ളവരെ അറിയിക്കുവാൻ, മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നമുക്ക് കഴിയും. ദൈവവചനം പറയുവാൻ കഴിയും, നമ്മുടെ കൂട്ടുകാരോട് പറയുവാൻ കഴിയും. പക്ഷെ പലപ്പോഴും നമ്മൾ കൂട്ടുകാരോട് പറഞ്ഞാൽ അവർ വചനം കേൾക്കത്തില്ല. കാരണം നമ്മുടെ ജീവിതം മാറുന്നില്ല. നമ്മുടെ വാക്കുകൾ മാത്രമേ ഉള്ളൂ, ജീവിതം നമ്മളിൽ പലർക്കുമില്ല. അവർ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തെക്കാട്ടി കഷ്ടമാണ് നമ്മുടെ ജീവിതം, അല്ലേ? അത് വ്യക്തിപരമായ ജീവിതമായിക്കൊള്ളട്ടെ, കുടുംബജീവിതമായിക്കൊള്ളട്ടെ, ജോലിസ്ഥലത്തുള്ള നമ്മുടെ സാക്ഷ്യമായിക്കൊള്ളട്ടെ, അവരെക്കാൾ കഷ്ടമായതുകൊണ്ട് നമുക്ക് സുവിശേഷം അവരോട് പറയാൻ പറ്റത്തില്ല. പറഞ്ഞാലും അവർ കേൾക്കത്തില്ല, ഏറ്റെടുക്കത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവ് എന്നെയും നിന്നെയും വിളിച്ചിരിക്കുന്നത് വ്യത്യസ്തരായിരിക്കാനാണ്. ഹി ഹാസ് കോൾഡ് us ടു ബി ഡിഫറെൻറ്റ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകണം. ശാന്തമായി ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്ന് ഏത് രീതിയിലാണ് നമ്മൾ വ്യത്യസ്തരായിട്ടുള്ളത്? ഞായറാഴ്ച അല്ലെങ്കിൽ മറ്റൊരു ദിവസം ബൈബിളും കക്ഷത്തിൽ വെച്ചുകൊണ്ടല്ലേ, ബൈബിളും ബാഗിനകത്ത് വെച്ചുകൊണ്ട് വരുന്നത് ഒഴിച്ചാൽ മറ്റേത് കാര്യത്തിലാണ് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തർ? നമ്മുടെ കൂടെ പഠിക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തർ? ഇൻ വാട്ട് സെൻസ് യു ആർ ഡിഫറെൻറ്റ് ഫ്രം ദി അതർ സ്റ്റുഡൻസ് ഹു ആർ ഇൻ ദ സെയിം ക്ലാസ് ഓഫ് യു? മൈ ചിൽഡ്രൻ, have a thought about this, have a think about this. In what sense you say that you are different from the rest of the friends that you have in your school and colleges and universities? നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരിൽ നിന്ന് ഏത് രീതിയിലാണ് നിങ്ങൾ വ്യത്യസ്തർ? പറഞ്ഞു. നോ, വി ഡോണ്ട് വാണ്ട് ടു ബി ഡിഫറെൻറ്റ്. നമ്മളിൽ പലരും ഭയപ്പെടുക, കാരണം ഞാൻ ഡിഫറെൻ്റ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് പോകും, ഞാൻ ഒറ്റപ്പെട്ടു പോകും. അതെ, ഏതൊരു ദൈവഭക്തനെ നോക്കിക്കോ, they all were alone. They all were rejected. Most of them were rejected by the world. കർത്താവ് അന്വേഷിക്കുക നമ്മളെ. Are you available for me? ഈ ലോകം അവസാനിക്കാൻ പോകുകയാണ്. ഇന്ന് കാണുന്നതൊക്കെ ഇല്ലാതാകാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ ക്രോധം ഈ ഭൂമിയുടെ മേൽ വരാൻ പോകുകയാണ്. എല്ലാം പഴുത്തു വിളഞ്ഞിരിക്കുക. ആ കൊയ്ത്ത് നടക്കാൻ പോകുക. ഈ ദിവസങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ വെളിപ്പാട് പുസ്തകമെല്ലാം നമ്മൾ ധ്യാനിച്ച് പഠിച്ചതാ. കർത്താവ് അരിവാൾ എറിയാൻ പോവുകയാണ്. പഴുത്ത്, മുന്തിരിക്കൊല പഴുത്ത് അത് പാകമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അരിയുവാൻ തക്കവണ്ണം എല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അവൻ കൊങ്കത്തി എറിയുവാനായിട്ട് പോകുന്ന കാലമായി കഴിഞ്ഞു. കർത്താവ് ചോദിക്കുന്നു, ആർ യു അവൈലബിൾ ടു സ്റ്റാൻഡ് ഫോർ മീ? ഈ ദേശത്തെ ഞാൻ നശിപ്പിക്കാതെ വണ്ണം, എല്ലാവരും ഒരുപോലെ നശിച്ചു പോകാതെ വണ്ണം, ചിലർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, ടു മേക്ക് എ ഹെഡ്ജ് ആൻഡ് ടു സ്റ്റാൻഡ് ഇൻ ദ ഗ്യാപ്പ്
for me, before me, so that I would never destroy this land. Are you available for that? Can you make a hedge? Can you be a hedge maker? Can you be in the gap? ഇവിടെ ഇരിക്കുന്ന എത്ര കുഞ്ഞുങ്ങൾക്ക് പറയാൻ പറ്റും, I can be in the gap before you, O Lord, so that my friends won't be destroyed. എൻ്റെ കൂട്ടുകാരെ നശിച്ചു പോകാതിരിക്കാൻ തക്കവണ്ണം അങ്ങയ്ക്കും അവർക്കും മധ്യത്തിൽ ഞാൻ ഒരു ഗ്യാപ്പായി നിൽക്കാം. ഞാൻ മതിൽ കെട്ടി നിന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എത്ര പേർക്ക് ഇതിന് സമയമുണ്ട് സഹോദരങ്ങളെ? Let us take that challenge from the Lord. മനോഹരമായ ഒത്തിരി വാക്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറയുകയാ, ഈ ജനത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനുവേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം, മതിൽ കെട്ടി ഇടിവിൽ നിൽപ്പാൻ തക്കവണ്ണം ഞാനൊരു മനുഷ്യനെ അന്വേഷിക്കുക. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിലെ മനോഹരമായൊരു വാക്യം പറയുന്നു, പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. അല്ലേ? ഇന്നൊന്ന് നോക്കിക്കേ സഹോദരങ്ങളെ, എല്ലാവരും വ്യാജമാണ്. എല്ലാം കൗണ്ടർഫിറ്റ് ക്രിസ്ത്യാനിറ്റിയാണ് ടുഡേ. ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തീയത എന്ന് പറയുന്ന ആ ഒരു കോസ്റ്റ്യൂം മാത്രമേ ഉള്ളൂ, വേഷം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനകം വേറൊരാളാണ്. ഇട്ടിരിക്കുന്ന വേഷം കണ്ടാൽ തോന്നും ക്രിസ്ത്യാനിയാണെന്ന്, പക്ഷെ വേഷത്തിനകത്തിരിക്കുന്ന മനുഷ്യൻ വ്യത്യസ്തനാണ്, ലോകക്കാരന്. പലരും ചിന്തിക്കുന്ന ഈ ആരാധന ഒന്ന് കഴിയണമെന്ന് നോക്കിയിരിക്കുക, മറ്റു പല കാര്യങ്ങൾക്ക് അത് ബിസിയാണ് നമ്മൾ പലരും, അല്ലേ? ഇവിടെ പറയുകയാണ്, പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു, സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. They have healed the hurt of the daughter of my people. സമാധാനമില്ലാത്തവരോട് പറയാ സമാധാനം സമാധാനം എന്ന്. When there is no peace, what they are saying, they are pronouncing peace on them. അല്ലേ? ഇന്ന് ഏത് സഭകളിലാണ് കയറി ചെല്ലുന്നത്? ഏത് വലിയ പാപം കൊടുംപാപം ചെയ്തിട്ട് ഒരു വ്യക്തിയുടെ അടുത്ത് എന്ന് പറഞ്ഞാലും ചില പല സഭകളിലും പോയി കഴിഞ്ഞാൽ അവരോട് പറയും സാരമില്ലെന്ന്. ദൈവം, God will overlook it. ദൈവം ക്ഷമിക്കും, ദൈവം ക്ഷമിക്കും. നീ ദൈവസന്നിധിയിൽ നിന്നെ സമർപ്പിച്ച് ഇന്ന് ഞാനിത് ചെയ്യുകയില്ല എന്ന് ഏറ്റു പറഞ്ഞാൽ ദൈവം ക്ഷമിക്കും. പുതിയൊരു ജീവിതം തുടങ്ങുവാൻ നീ തയ്യാറാണെങ്കിൽ ഇതുവരെ നീ ചെയ്ത സകല പാപങ്ങളെയും നിന്നോട് ക്ഷമിക്കും. അതല്ല, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുവാനാണ് നിന്റെ ഭാവിയെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ പ്ലാനും പദ്ധതിയുമെങ്കിൽ എങ്ങനെ ദൈവം ക്ഷമിക്കും നിന്നോട്? ദൈവം ഒപ്പിട്ട് തരുമോ നീ നരകത്തിലേക്ക് പോകാൻ? നിന്റെ വഴി മാറ്റാൻ നീ തയ്യാറാണെങ്കിൽ, ചെയ്തു കൂട്ടിയ അനർത്ഥങ്ങളെക്കുറിച്ച്, ചെയ്തു കൂട്ടിയ അകൃത്യങ്ങളെക്കുറിച്ച് നിനക്ക് ബോധമുണ്ടായി, ഞാൻ ചെയ്തത് അകൃത്യങ്ങളാണെന്നും ദൈവസന്നിധിയിൽ നിത്യ നരകത്തിലേക്ക് പോകുവാൻ വേണം, ഞാൻ ചെയ്ത അകൃത്യങ്ങൾ എന്നെ എത്തിക്കുമെന്നും ബോധ്യമുണ്ടായി, മാനസാന്തരപ്പെട്ട് എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് വഴി തുറന്നെന്ന്, അവിടുത്തെ രക്തം എൻ്റെ സകല പാപങ്ങളെയും കഴുകിക്കളയുമെന്ന്, എനിക്ക് പകരക്കാരനായി കാൽവറി ക്രൂശിൽ എൻ്റെ കർത്താവ് മരിച്ചെന്ന് എന്നെ കേൾക്കുന്ന ദൈവപൈതലെ നീ വിശ്വസിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു പുതിയ ജീവിതത്തിന് തയ്യാറാകുകയാണെങ്കിൽ ഇതുവരെ നീ ചെയ്ത സകല അകൃത്യങ്ങളെയും ദൈവം നിന്നോട് ക്ഷമിക്കും. പക്ഷെ പല സഭകളിലും അതൊന്നും ചോദിക്കത്തൊന്നുമില്ല കേട്ടോ. സാരമില്ലെന്ന്. ദിസ് ഈസ് പോസിറ്റീവ് തിയോളജി. ഇവിടെ വരുന്നവരാരും വേദനയോടെ മടങ്ങിപ്പോകരുത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എനിക്ക് അങ്ങനെ ഒരാഗ്രഹവുമില്ല ഈ സഭയിൽ. ഇവിടെ വരുന്നവരെല്ലാം വേദനയോടെ മടങ്ങിപ്പോകരുതെന്ന്. ചിലരെ വേദനിപ്പിക്കും ദൈവം. ഒരു ഡോക്ടറെ അടുത്ത്, നല്ലൊരു ഡോക്ടറെ അടുത്ത് ചെന്നാൽ അകത്ത് ട്യൂമറും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ പറയത്തില്ല ഞാൻ പുറത്ത് കൈവച്ചിട്ട് ഒന്ന് ഊതാം അപ്പോൾ ട്യൂമർ അകത്തുനിന്ന് പോകുമെന്ന്. ഒരു ഡോക്ടറും പറയത്തില്ല. ഡോക്ടേഴ്സ് വിൽ സേ യു വിൽ ഹാവ് ടു ഗോ ത്രൂ എ സർജറി ദാറ്റ് മേ ബി എ മേജർ സർജറി. ചില ഡോക്ടർമാർ പറയും, ട്യൂമറിൻ്റെ വലുപ്പം അനുസരിച്ച് പറയും നീ ഒരു സർജറിക്കകത്തൂടെ കടന്നു പോകണം. ചില സർജറി വളരെ മേജറാണ്, ചിലത് റിസ്കിയാണ്. ഡോക്ടർ പറയും. എന്തിനാണെന്നറിയാമോ? നമ്മളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല പറയുന്നത്. ദാറ്റ് ഈസ് ദ ഓൺലി വേ. That is the only way. Many times you are hurt because of the word of God, but it is for your good. ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുമ്പോൾ നിനക്ക് മുറിവുണ്ടാകും, തിരുവചനം കേൾക്കുമ്പോൾ വേദനയുണ്ടാകും. പക്ഷേ നിത്യതയിൽ അത് പ്രയോജനമായി നിനക്ക് തീരുവാൻ തക്കവണ്ണമാണ്. ഇവിടെ പറയുന്നത് സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിനെ അവർ ലഘുവായി ചികിത്സിക്കണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അകത്ത് പഴുത്തു വ്രണമായിരിക്കുന്ന സോറ മോളിൽ ഓയിൻമെൻറ്റ് പുരട്ടിയിട്ട് അങ്ങ് വിടുകയാണ്. അത് ഞെക്കിക്കളയത്തില്ല. ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് എ പസ് ഫിൽറ്റ് സോർ. നമ്മുടെ കയ്യിലൊരു സോർ ഉണ്ടെന്ന് വെച്ചോ, ഒരു പരു, മലയാളത്തിൽ പറഞ്ഞാൽ ഒരു പരു വന്നെന്ന് വെച്ചോ, അത് പഴുത്ത് നിൽക്കുക അകത്ത്. കയ്യെ തൊടാനൊക്കത്തില്ല, വേദനയാണ്. നമ്മളൊരു ഡോക്ടറെ അടുത്ത് ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ടെങ്കിൽ ഓയിൻമെൻറ്റ് പുരട്ടിട്ട് പറയാം സാരമല്ല വീട്ടിൽ പൊക്കോ മാറിക്കോളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പക്ഷെ ഒരു നല്ല ഡോക്ടർ അതല്ല ചെയ്യുന്നത്.
അതിനെ കീറേണ്ടതാണെങ്കിൽ കീറും, അതിനകത്ത് എപ്പാസ് എടുത്ത് കളയും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയുമോ, ഈ കൈ മുഴുവനും കട്ട് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ശസ്ത്രക്രിയ നടത്തുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കും. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കുത്തുകൊള്ളും. അതാ അപ്പോസ്തലപ്രവൃത്തിയിൽ പ്രത്യേകത. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ ഒക്കെ പ്രത്യേകത ഏതാ, 3-ാം അധ്യായത്തിൻ്റെയും 4-ാം അധ്യായത്തിൻ്റെയും ഒക്കെ പ്രത്യേകത ഏതാ? കുത്തുകൊണ്ട ജനമാണ് ദൈവസന്നിധിയിൽ സമർപ്പിച്ചത്. എന്നോടാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, സമാധാനമില്ലാത്തവരോട് പറയാം, നിങ്ങൾക്ക് സമാധാനം. ഇറ്റ്സ് ഓൾ വെൽ വിത്ത് യു. അങ്ങനെ ഇന്നത്തെ ഭാഷ, ഇറ്റ്സ് ഓൾ വെൽ വിത്ത് യു. നിനക്ക് നന്നായിരിക്കട്ടെ, ഒരു കുഴപ്പമില്ല, പൊക്കോ, ഒരു കുഴപ്പമില്ല. ഈ തിരിച്ചു പോകുന്ന പോക്ക് വീട്ടിലെത്തിയില്ലെങ്കിൽ വേറൊരു സ്ഥലത്തെത്തും നമ്മൾ വഴിമത്തിയെ. അതിനെക്കുറിച്ച് പറയുന്നില്ല. എന്നെ വിളിച്ചിരിക്കുന്ന വിളി ഇതെന്താണെന്നറിയാമോ? ഒരു പ്രാവശ്യമെങ്കിലും ഈ സഭയിൽ ഒരു വ്യക്തി കടന്നു വന്നാൽ ആ വ്യക്തിയുടെ പോക്ക് എങ്ങോട്ടെന്ന് അവനെ ഓർമ്മപ്പെടുത്താതെ, അവളെ ഓർമ്മപ്പെടുത്താതെ ഇവിടെ നിന്ന് ഞാൻ മടക്കി വിടത്തില്ല. അടുത്ത ആഴ്ച വന്നാലും വന്നില്ലെങ്കിലും ശരി, സഹോദര സഹോദരി, നീ പോകുന്ന പോക്ക് എങ്ങോട്ടാണെന്ന് നീ അറിയാതെ ഇവിടുന്ന് മടങ്ങിപ്പോകരുത്. ചോയ്സ് ഈസ് യുവേഴ്സ്. ചോയ്സ് ഈസ് യുവേഴ്സ്. ആ വഴി തന്നെ മുന്നോട്ട് പോകണമോ, അതല്ല ആ വഴി മാറി മറ്റൊരു വഴിയിലൂടെ നീ യാത്ര ചെയ്യണമോ, അത് നിന്റെ ഇഷ്ടം. മുമ്പേ ഉറുമ്പിന്റെ കാര്യം പറഞ്ഞ പോലെ. പക്ഷെ നീ പോകുന്ന വഴിയുടെ അപകടം എന്തെന്ന് നിന്നെ ബോധ്യപ്പെടുത്തുവാനാണ് ദൈവം എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. നിങ്ങളുടെ മുഖത്തെ നോക്കി, നിങ്ങളുടെ ഭാവവ്യത്യാസത്തെ നോക്കി, അടുത്ത ആഴ്ച നിങ്ങൾ വരുമോ ഇല്ലയോ എന്ന് നോക്കി സംസാരിക്കുവാനല്ല, ഉറക്ക നിലവിളിക്കുക. അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എന്റെ ജനത്തിന് അവരുടെ പാപങ്ങളെയും ഇസ്രായേൽ ഗൃഹത്തിന് അവരുടെ ലംഘനങ്ങളെയും അറിയിക്കുക. അതിനാ നിന്നെയും എന്നെയും കർത്താവ് വിളിച്ചത്. ഹല്ലേലൂയ. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഇറ്റ് ഈസ് ആബ്സെന്റ് ടുഡേ. അതുകൊണ്ട് എന്ത് പറ്റുന്നറിയാമോ? ദൈവജനം പാപത്തിന്റെ ഉള്ളിൽ പെരുകിക്കൊണ്ടിരിക്കുക. പാപത്തെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുന്നില്ല, അവരുടെ വഴികളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നില്ല. അത് പറയേണ്ടവർ പാപത്തിൽ മുങ്ങിക്കുളിച്ച് ജീവിക്കുക. കാഴ്ച നഷ്ടപ്പെട്ട്, ദർശനം നഷ്ടപ്പെട്ട്, അവരെ വിളിച്ച വിളിയെ മറന്ന് ഈ ലോകമാണ് സകലതെന്നും പറഞ്ഞ് ലോകത്തിൽ അവർ വലിയ വലിയ സംരംഭങ്ങൾ ഉണ്ടാക്കി, വലിയ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത് അതിന്റെ അധികാരികളായി, അതിന്റെ അധിപതികളായി, അതിന്റെ സിഇഒസ് ആയിട്ട് അവർ വാഴുകയാണ്. കാരണം അവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ മധ്യത്തിൽ എന്നെയും നിന്നെയും കർത്താവ് അന്വേഷിക്കുക, ഈ കർത്താവിന് വേണ്ടി നിന്ന് സംസാരിക്കുവാൻ. ആർ യു അവൈലബിൾ? നീ അവൈലബിൾ ആണോ? ഹല്ലേലൂയ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 12-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അനേക ഇടയന്മാർ എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുകയും എൻ്റെ ഓഹരിയെ ചവിട്ടിക്കളയുകയും എൻ്റെ മനോഹരമായ ഓഹരിയെ ശൂന്യ മരുഭൂമിയാക്കുകയും ചെയ്തു. അതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങളൊന്ന് വായിക്കണം, ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഒന്നുകൂടെ ഞാനത് മലയാളത്തിൽ വായിക്കട്ടെ. അനേക ഇടയന്മാർ എൻ്റെ മുന്തിരിത്തോട്ടം, ദൈവസഭയെക്കുറിച്ചാണ് പറയുന്നത്. അനേക ഇടയന്മാർ എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുകയും എൻ്റെ ഓഹരിയെ ചവിട്ടിക്കളയുകയും എൻ്റെ മനോഹരമായ ഓഹരിയെ ശൂന്യ മരുഭൂമിയാക്കുകയും ചെയ്തു. Many pastors have destroyed my vineyard. ഇന്നത്തെ ലാംഗ്വേജിൽ പറഞ്ഞാൽ many pastors have destroyed my church. സത്യമല്ലേ ഇന്ന് കേൾക്കുന്നത് സഹോദര സഹോദരി? സത്യമല്ലേ ഇന്നിത് കേൾക്കുന്നത്? അതിന്റെ മധ്യത്തിൽ നിന്നെ വിളിച്ചിരിക്കുക എന്തെന്നറിയാമോ? വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ പറ്റത്തില്ലെങ്കിലും നീ ആയിരിക്കുന്നിടത്ത് ചെറിയ മാറ്റങ്ങളെങ്കിലും വരുത്തുവാൻ നിനക്ക് കഴിയുമെങ്കിൽ കർത്താവിൻ്റെ കൈ നിന്നോട് കൂടെയിരിക്കും. Many pastors have destroyed my vineyard. They have trodden my portion underfoot. They have made my pleasant portion a desolate wilderness. ഒരു കാലമുണ്ടായിരുന്നു ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ജനത്തിൻ്റെ കാലഘട്ടം. ഇന്ന് ആ ഭയമൊക്കെ പോയി. ഇന്ന് ആളുകളുടെ കൂട്ടമാണ്, ഇന്ന് മ്യൂസിക്കിൻ്റെ പെരുപ്പമാണ്, പുതിയ പുതിയ ടെക്നോളജിയാണ്, പെർഫോമൻസാണ്. ക്രിസ്തീയ ജീവിതം പെർഫോമൻസ് അല്ല സഹോദര സഹോദരി. ശുശ്രൂഷകൾ പെർഫോമൻസ് അല്ല. പെർഫോമൻസ് എവിടെയാണെന്ന് വെച്ചാൽ റിയാലിറ്റി ഷോയിലാണ് പെർഫോമൻസ്. പെർഫോമൻസ് എവിടെയാണെന്ന് ചോദിച്ചാൽ നാടകശാലയിലാണ് പെർഫോമൻസ്. ഇവിടെ പെർഫോമൻസ് അല്ല, ഇത് ജീവിതത്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. മാനിഫെസ്റ്റേഷൻ ഓഫ് യുവർ ലൈഫ്. ദാറ്റ് ഈസ് വാട്ട് ദ മിനിസ്ട്രി മീൻസ്. ശുശ്രൂഷ എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ പ്രതിഫലനമായിരിക്കണം, പെർഫോമൻസ് ആകരുത്, അഭിനയമായിരിക്കരുത്. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ പ്രതിഫലനമായി നിന്റെ ശുശ്രൂഷ മാറുമ്പോഴാണ് ജനം വിടുവിക്കപ്പെടുന്നത്. അവർ ചിന്തിക്കും, ഈ മനുഷ്യൻ പറയുന്നതിനകത്തൊരു കാര്യമുണ്ട്. എല്ലാ നിന്ദയും പരിഹാസവും കഷ്ടതയും സഹിച്ച് ഈ മനുഷ്യൻ നിൽക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. അത് ചിലരെങ്കിലും അന്വേഷിക്കും, അവർ സത്യം കണ്ടെത്തും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ,
അതിനായി എന്നെയും നിന്നെയും കർത്താവ് വിളിക്കുന്നു. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. മലാഖി പ്രവചനത്തിൽ നമുക്കറിയാം ഈ അന്വേഷണം എല്ലായിടത്തുമുണ്ട്. പഴയ നിയമത്തിൻ്റെ അവസാനത്തെ പുസ്തകമാണ് മലാഖി പ്രവചനം. അതിന് 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളെ യഹോവ അരുളിച്ചെയ്യുന്നു. എൻ്റെ നാമത്തെ ഭയപ്പെടുന്നവർക്കോ നീതി സൂര്യൻ തൻ്റെ ചിറകടിയിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. അവർ തൊഴുത്തിൽ വരുന്ന പശുക്കളാക്കളെ പോലെ തുള്ളിച്ചാടും. മലാഖി പ്രവചനം അവസാനിക്കുന്ന അങ്ങനെ. പിന്നെ 400 വർഷക്കാലം ദൈവം സംസാരിച്ചില്ല ജനത്തോടെ. മനസ്സിലാക്കണമേ, ആഫ്റ്റർ ദാറ്റ് 400 years the God kept silent. He never spoke. He never sent a prophet to the people. എന്നിട്ട് കേൾക്കുന്ന ശബ്ദം എവിടെയാണെന്നറിയാമോ? യോഹന്നാൻ സ്നാപകന്റെ ശബ്ദമാ പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ. എന്തുവാ? സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്. കർത്താവിന്റെ പാത ഒരുക്കുന്നു, അവന്റെ വഴി നിരപ്പാക്കുന്നു. ഇതേ യോഹന്നാൻ നമുക്കറിയാം. അങ്ങനെ പ്രസംഗിക്കുന്നവരൊന്നും അധികം കാലം പ്രസംഗിക്കത്തില്ല. അവർ ജയിലിലും തടവിലുമാവും, അല്ലെങ്കിൽ ആരെങ്കിലും തല്ലുകൊണ്ട് ചാവേണ്ടി വരും. യോഹന്നാൻ സ്നാപകൻ തടവിലായി കഴിഞ്ഞപ്പോൾ അടുത്തത് ബാറ്റിനെടുത്തത് ആരാന്നറിയാമോ? യേശു കർത്താവ് തന്നെയാ. 4-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ അതേ വാക്ക് യേശു കർത്താവ് പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ. പ്രവാചക അത് കഴിഞ്ഞ് കർത്താവ് പോയി കഴിഞ്ഞപ്പോൾ അതേ ബാറ്റൺ ആരിലേക്ക് വന്നു? അപ്പോസ്തലന്മാരിലേക്ക് വന്നു. അതേ അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലന്മാർ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 12-ൽ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. ഇന്ന് ആ ബാറ്റൺ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലെത്തിയിരിക്കുക. ബട്ട് വേർ ആർ യു? നമ്മുടെ കയ്യിൽ ആ ഉത്തരവാദിത്വം എത്തിയിരിക്കുന്നു ഈ നൂറ്റാണ്ടിൽ. എന്തിന്? വരുവാനുള്ള തലമുറയോട് പറയുവാൻ. പക്ഷെ നമ്മൾ ഉറങ്ങുകയാ. ശൗലിനെ അന്വേഷിച്ചപ്പം ശൗല് ചാക്കുകെട്ടുകൾക്കകത്ത് ഒളിച്ചിരുന്നത് പോലെ, ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, നമ്മൾ ഈ ലോകത്തിന്റെ ചാക്കുകെട്ടുകൾക്കകത്ത് ഒളിച്ചിരിക്കുക. നമുക്ക് വേറെ പല 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 ബഡ്ജറ്റുകളുണ്ട്, പല ടാർഗറ്റുകളുണ്ട്, പല കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ഒളിച്ചിരിക്കുക. പക്ഷെ കർത്താവ് ചോദിക്കുന്നു, നീ എവിടെ? എനിക്ക് വേണ്ടി സംസാരിക്കാൻ നിന്നെ ഞാൻ വിളിച്ചതാ. നീ എവിടെ? ദേശത്തെ ഞാൻ നശിപ്പിക്കാതെ വേണം. ദേശത്തിന് മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുവാൻ തക്കവണ്ണം ഞാനൊരു പുരുഷനെ അന്വേഷിക്കുക. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ കണ്ടില്ല. പഴയ നിയമത്തിൽ കണ്ടില്ല, പുതിയ നിയമത്തിൽ ഉണ്ടാവണം. അതിനാ കർത്താവ് ജീവനെ കൊടുത്ത് നമ്മളെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയത്. ഞാൻ വേഗം മുന്നോട്ട് പോയി നിർത്തുകയാണ്. ഹല്ലേലൂയ. ദേശത്തിലെ ഇവിടെ എഴുതിയിരിക്കുന്നു 29-ാമത്തെ വാക്യം. ലെറ്റ് മീ കം ബാക്ക് ടു ഈസെക്കിയേൽ ചാപ്റ്റർ 22 വേഴ്സ് 29. ദേശത്തിലെ ജനം ഞെരുക്കം ചെയ്യുകയും പിടിച്ചു പറിക്കുകയും എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുകയും പരദേശി അന്യമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. നോക്കിയേ, റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, പുരോഹിതന്മാർ മുതൽ, പ്രവാചകന്മാർ മുതൽ, രാഷ്ട്രീയ നേതാക്കൾ മുതൽ, രാജാക്കന്മാർ മുതൽ ജനം വരെ അതപ്പതിച്ചു പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല. ദൈവസഭയുടെ കാര്യമൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ശരിയല്ലേ? ഒരു സഹോദരനെ കണ്ടുകൂടാ, ഒരു സഹോദരിക്ക് ഒരു സഹോദരിയെ കണ്ടുകൂടാ. ഒരു സഹോദരൻ ഉയർച്ച വന്നു കഴിഞ്ഞാൽ മറ്റേ സഹോദരന് താല്പര്യമില്ല. ഒരാളെ കർത്താവ് എഴുന്നേൽപ്പിച്ചാൽ മറ്റൊരാൾക്ക് അസൂയ. എനിക്ക് എന്തുകൊണ്ട് അവസരം ലഭിച്ചില്ല, എൻ്റെ മക്കൾക്ക് എന്തുകൊണ്ട് അവസരം ലഭിച്ചില്ല? പക്ഷേ നിനക്ക് വിളിയില്ലെന്നുള്ള സത്യം തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് പലർക്കും വിളിയല്ല വിഷയം, പണം മതി. പണമുണ്ടെങ്കിൽ വിളി തന്നെ വരുമെന്ന്. പക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ദൈവം വിളിച്ച് വേർതിരിച്ചവനും ലോകം വിളിച്ച് വേർതിരിച്ചവനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ജീവിതത്തിൽ ആത്മീക അധികാരത്തിൽ തിരിച്ചറിയുവാനായിട്ട് പറ്റും. ഹല്ലേലൂയ. മുകൾ മുതൽ താഴെ വരെ തകർന്നടിഞ്ഞിരിക്കുന്നതിൻ്റെ മധ്യത്തിൽ 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ദേശത്തെ നശിപ്പിക്കാത്തവണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. അവൻ പ്രവാചകന്മാരുടെ മധ്യത്തിൽ അന്വേഷിച്ചു, കണ്ടില്ല. പുരോഹിതന്മാരുടെ മധ്യത്തിൽ അന്വേഷിച്ചു, കണ്ടില്ല. പ്രഭുക്കന്മാരുടെ മധ്യത്തിൽ അന്വേഷിച്ചു, കണ്ടില്ല. ജനത്തിൻ്റെ മധ്യത്തിൽ അന്വേഷിച്ചു, കണ്ടില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നും കർത്താവ് അന്വേഷണം തുടരുകയാണ്. ഇതിന് മധ്യത്തിൽ ആർക്ക് പറയാൻ പറ്റും? യെശയ്യാവിനെ പോലെ. ആർക്ക് പറയാൻ പറ്റും? ശമൂവേലിനെ പോലെ. അടിയനിതാ കർത്താവേ, അടിയനെ അയക്കണമേ. ആർ യു അവൈലബിൾ ഫോർ ദ ലോർഡ് so that he can send you forward?
കുഞ്ഞുങ്ങളെ, will you be available for the Lord to work in your generation? നിന്റെ തലമുറയുടെ മധ്യത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം are you available? He will anoint you. He will raise you up. He will give you power. He will give you wisdom. And he will strengthen you to stand on his behalf. കർത്താവിന് വേണ്ടി നീ എഴുന്നേറ്റ് നിൽക്കുന്നുവെങ്കിൽ, അതേ കർത്താവേ, എൻ്റെ തലമുറയിൽ അങ്ങയുടെ ശബ്ദമായി നിൽപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Whether you are a girl or a boy, doesn't matter. God can speak through you. Do you have a heart for the Lord? എൻ്റെ തലമുറയിൽ എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ? നിന്നെക്കൊണ്ട് കർത്താവ് ചിലത് ചെയ്യിക്കും. അനേക പ്രഗത്ഭന്മാർക്ക് കിരീടം നഷ്ടപ്പെടുമ്പോൾ, ലോകം തള്ളിയ, ലോകം ത്യജിച്ച, ലോകം നിന്ദിച്ച, വീട്ടുകാരെ നിന്ദിച്ച, കൂട്ടുകാരെ നിന്ദിച്ച നിന്റെ തലയിൽ സ്വർഗം കിരീടം വെച്ച് നിന്നെ മാനിക്കുന്ന ഒരു നാൾ വരുന്നു. ഈ ലോകം തന്ന കിരീടങ്ങളൊക്കെ നിനക്ക് അപ്രത്യക്ഷമായി പോയേക്കാം. ഈ ലോകം തന്ന ക്രെഡൻഷ്യൽസും അവാർഡ്സും പേരും പെരുമയും ഡിഗ്രികളും യോഗ്യതകളൊക്കെ വെറുതെ പേപ്പറിൻ്റെ പോലും വിലയില്ലാതെ പറന്നു പോകുന്ന ഒരു ദിവസം വരുന്നു. എന്നാൽ നിത്യമായി നേടിയ നിക്ഷേപങ്ങൾ എന്നും നിലനിൽക്കുന്നതായി സ്വർഗത്തിൽ സ്ഥിരമായിരിക്കും. ചോയ്സ് ഈസ് യുവേഴ്സ്. തീരുമാനിക്കേണ്ടത് നീയാ. പറന്നു പോകുന്ന ഈ പേപ്പറിന് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കണമോ, അതോ നിത്യമായി നിലനിൽക്കുന്ന നിത്യസമ്പാദ്യത്തിന് വേണ്ടി ജീവിക്കണമോ? കർത്താവ് ആരെയും ഫോഴ്സ് ചെയ്യത്തില്ല. ബട്ട് ഹി ഈസ് സീക്കിംഗ് യു. ദൈവം നിന്നെ അന്വേഷിക്കുന്നു. ആർ യു അവൈലബിൾ? കർത്താവിൻ്റെ സന്നിധി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവെ, എന്നെ ആക്കിയിരിക്കുന്ന ഈ ദേശത്തിന് വേണ്ടി, എന്നെ ആക്കി വച്ചിരിക്കുന്ന ജനത്തിന് വേണ്ടി തിരുസന്നിധിയുടെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ. ഹല്ലേലൂയ. അങ്ങയുടെ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു കർത്താവെ.